ഹായ് ഹലോ വെൽക്കം ടു 90+ ഇന്ത്യസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. യെസ് മക്കളെ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്ന എല്ലാരും? കുറെ നാളുകൾ കൂടിയല്ലേ നമ്മൾ കാണണേ. നമ്മൾ റിവിഷനൊക്കെ തീർത്ത് പോയതല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമും കാര്യങ്ങളൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ? എളുപ്പമായിരുന്നോ? ഏതൊക്കെ എക്സാം കഴിഞ്ഞു നിങ്ങക്ക് പറഞ്ഞേ? അൽസ ഗുഡ് ഈവനിങ്. മെർലിൻ ഗുഡ് ഈവനിങ്. ഏതൊക്കെ എക്സാം കഴിഞ്ഞു? മലയാളം കഴിഞ്ഞു, ഇംഗ്ലീഷ് കഴിഞ്ഞു. ഓക്കെ, മലയാളം ഇംഗ്ലീഷും ഒക്കെ എല്ലാവർക്കും എളുപ്പമായിരുന്നോ? നന്നായിട്ട് എഴുതി എല്ലാരും? മെർലിൻ ഈസി ആയിരുന്നു ഇംഗ്ലീഷും മലയാളം അല്ലേ? ഓക്കെ ഗുഡ്. ഓക്കെ, പിന്നെ പിന്നെ വേറെന്താണ് വിശേഷം? അപ്പൊ അടുത്ത എക്സാം ആണ് നിങ്ങൾക്ക് മാത്സ്, ശരിയല്ലേ? അടുത്ത മാത്സ് എക്സാം അല്ലേ 17-ാം തീയതി. ഓക്കെ അലൻ, മലയാളം ഇംഗ്ലീഷ് ഈസി അല്ലേ? ഓക്കെ ഗുഡ്. എല്ലാവർക്കും ഈസി ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്തത് നിങ്ങൾക്ക് മാത്സ് ആണ്. മാത്സ് നിങ്ങളുടെ 17-ാം തീയതി ആണല്ലേ എക്സാം അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, എക്സാമിന്റെ ഡേറ്റ് 17 അല്ലേ? ഒന്ന് പറഞ്ഞേ എല്ലാരും. എക്സാമിന്റെ ഡേറ്റ് 17 തന്നെയല്ലേ? ഒന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്തടാ. ഓക്കെ പാർവതി, 17-ാം തീയതി തന്നെയാണ് എക്സാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊരു 4 days മാരത്തോൺ കിട്ടും. ഓക്കെ, മാത്സിന് നമുക്ക് മൊത്തത്തിൽ ഒരു 4 ദിവസം മാരത്തോൺ ആണ് കിട്ടുന്നത്. ആ 4 ദിവസം കൊണ്ട് നമ്മൾ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു തീർക്കും കേട്ടോ. അപ്പൊ ഈ ക്ലാസ്സുകൾ ആരും മിസ് ചെയ്യരുത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ 4 ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് കേട്ട് ശ്രദ്ധിച്ച് പഠിച്ചോണം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അൾട്രാ പഞ്ച് അങ്ങ് തുടങ്ങിയാലോ? 90+ അൾട്രാ പഞ്ച്, നിങ്ങളുടെ ഫൈനൽ സെക്ഷൻ റിവിഷൻ അല്ലെ? പരീക്ഷിക്കുമ്പോഴുള്ള ഫൈനൽ റിവിഷൻ തുടങ്ങുവാണ് നമ്മൾ. ഓക്കെ, അപ്പം ഒരു ക്വസ്റ്റ്യൻ പോലും മിസ് ചെയ്യരുത് ആരും കേട്ടാ. ക്ലാസ് ആരും മിസ് ചെയ്യരുത്, ആരും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകരുത്. ഫുള്ള് ക്ലാസ് കാണണം. ഓക്കെ, ഇനി ചെയ്യിപ്പിക്കാൻ പോണത് അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ എടുത്ത് വീണ്ടും ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടാ. അപ്പം ശ്രദ്ധിച്ചിരിക്കാട്ടെ എല്ലാരും. നമുക്ക് തുടങ്ങാം. നമുക്ക് 1 hour ടൈം ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയം സംസാരിച്ച് കളയുന്നില്ല. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ മക്കളെ? എല്ലാരും റെഡി അല്ലേ? ബുക്കും പേനയൊക്കെ എടുത്തോ എല്ലാരും? സെറ്റ് ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. റെഡി ആയിട്ടിരിക്കുന്നവരൊന്ന് കമന്റ് ചെയ്തേ. പഠിക്കാൻ റെഡി ആണെന്നുള്ളവരൊന്ന് കമന്റ് ചെയ്തടാ. അർജുൻ കാർത്തികേയൻ സാർ, നമ്മൾ 8th എത്തിയാൽ നമ്മളെ മറക്കുവോ? അങ്ങനെ മറക്കാൻ പറ്റുമോ എനിക്ക്? 8th അല്ല, നിങ്ങൾ 10th എത്തിയാലും ഞാൻ നിങ്ങളെ മറക്കൂല. എന്റെ ഫസ്റ്റ് ബാച്ച് അല്ല നിങ്ങളാ. ഞാൻ 90+ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ 7ാം ക്ലാസ്സുകാരാ. അപ്പൊ ഞാൻ മറക്കില്ല കേട്ടോ. എനിക്ക് ഈ പേരെല്ലാവരുടെയും ഞാൻ പഠിച്ചിട്ടില്ല എങ്കിലും നിങ്ങളുടെ ഫേസസ് എനിക്ക് ഫെമിലിയറാ. എല്ലാവരുടെയും എന്റെ ഫേസ് ഞാൻ ഇപ്പൊ ഇത്ര നാൾ കണ്ടുകൊണ്ട് എനിക്ക് ഫെമിലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഭാഗ്യമുണ്ടെ നമുക്ക് 8ാം ക്ലാസ്സിലും കാണാന്നേ. ഓക്കെ, ഇവിടെ തന്നെ ജോയിൻ ചെയ്യണം, നമുക്ക് 8ാം ക്ലാസ്സിലും കാണാലോ. പിന്നെ എങ്ങനെ മറക്കണേ? യെസ്, ഓക്കെ. അപ്പൊ സെറ്റ് ആണല്ലേ? എല്ലാരും കമന്റ് ചെയ്തിട്ടുണ്ടാ? ഈ കമന്റ് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണല്ലോ, ഇതെന്താണത്? ക്ലാസ് ഇരിക്കുന്നവരൊന്നും കമന്റ് ചെയ്യുന്നില്ല. എല്ലാരും കമന്റ് ചെയ്തേ. റെഡി ആണെന്നുള്ളതിന് കമന്റ് ചെയ്തേ ഒന്ന്. അങ്ങനെയാണല്ലോ തുടങ്ങുള്ളൂ ഞാൻ. റെഡിയാണ് മെർലിൻ? ഓക്കെ ഓക്കെ. പ്രാർത്ഥന ജിയ ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് തുടങ്ങാം? ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ വായിച്ച് നിങ്ങൾ തന്നെ വേഗം ഉത്തരം പറയണം. ഓക്കെ, നമ്മൾ എത്ര തവണ റിവിഷൻ കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റർ അല്ലെ, ഓരോ പരീക്ഷയ്ക്കായിട്ട് നമ്മൾ പലതവണ റിവിഷൻ കഴിഞ്ഞാണ്. ഇത് നമ്മുടെ ഫൈനൽ റിവിഷൻ, ഫൈനൽ മാരത്തോൺ ആണ്. സോ ക്വസ്റ്റ്യൻ കണ്ടതേ നിങ്ങൾ ഉത്തരം ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, ഒന്ന് വായിച്ചേടാ ക്വസ്റ്റ്യൻ. എല്ലാരും ഒന്ന് വായിച്ചേ. എന്താണ് ക്വസ്റ്റ്യൻ ഈ പറയുന്നത് മക്കളെ? ഇൻ ദ ഫിഗർ, തന്നിരിക്കുന്ന ഫിഗറിൽ എ ബി പാരലൽ ഡി ജി. കണ്ടോ നിങ്ങള്? എന്താണ് ഈ എ ബി എന്ന് പറയുന്ന ലൈനിന് ഡി ജി പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ റൈറ്റ് ദ മെഷേഴ്സ് ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഏതൊക്കെ ആംഗിൾ കണ്ടുപിടിക്കണം? ആംഗിൾ എ കണ്ടുപിടിക്കണം, ആംഗിൾ ബി കണ്ടുപിടിക്കണം,
ആംഗിൾ സിയും കണ്ടുപിടിക്കണം. അത്രയും ചെയ്താ പോരെടാ, അത്രയും ചെയ്താ പോരെ എടാ. അതിന് വേണ്ടി ഒരു നമുക്ക് ഹിന്റ് തന്നിട്ടുണ്ട് അല്ലെ, ആ ആംഗിൾസ് കണ്ടുപിടിക്കാൻ ഒരു ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? എ ബി പാരലൽ ഡി ജി. ഈ എ ബി എന്ന് പറഞ്ഞ ലൈന് ഡി ജി എന്ന് പറഞ്ഞ ലൈൻ പാരലൽ ആണ്. അങ്ങനെ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവിടെ ഒരു ട്രാൻസ്വേഴ്സൽ ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെയോ ആംഗിൾസ് ഈക്വൽ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അത് വെച്ചൊന്ന് പറഞ്ഞടാ. ഉത്തരം കിട്ടിയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തടാ നോക്കിട്ടാ. ആംഗിൾ ബി എത്രയാണെന്ന് പറഞ്ഞേ. കെയിൻ ഗുഡ് ഈവനിങ്, നീ ഒന്നോളോ? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ എല്ലാരും. ആംഗിൾ എ എത്രയാണ്, ആംഗിൾ ബി എത്രയാണ്, അതുപോലെ ആംഗിൾ സി എത്രയാണ്? ആംഗിൾ കമന്റ് ചെയ്യുമ്പോൾ ഏത് ആംഗിൾ ആണെന്ന് കൂടെ പറയാം കേട്ടോ. ഏത് ആംഗിൾ ആണെന്ന് ചേർത്ത് കമന്റ് ചെയ്യണം. ചുമ്മാ 100, 50 കമന്റ് ചെയ്യണ്ട. ഏത് ആംഗിൾ ആണ് ചേർത്ത് കമന്റ് ചെയ്യണം. അൽസ പറയുന്നു ആംഗിൾ എ 50 ആണ്. ഓക്കെ, ആംഗിൾ സി 30 നിഷാൻ പറയുന്നുണ്ട്. നിരഞ്ജന പറയുന്നു ബി 100, എ 50. എല്ലാരും കമന്റ് ചെയ്തോട്ടോ, എല്ലാരും ചെയ്ത് കണ്ടുപിടിച്ചോ. എല്ലാരും പറഞ്ഞിട്ട് ഞാൻ ഉത്തരം പറയുന്നുള്ളൂ. യെസ്, ഉത്തര എ 50 ആണല്ലേ. ഓക്കെ, സഫറിൻ ബി 100, മെർലിൻ സി 30 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അർഷാദ് ഓക്കെ, എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടിയതാ? ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ. നമുക്ക് ഒറ്റയടിക്ക് ആദ്യം സി വേണേ ഒറ്റയടിക്ക് അങ്ങ് കണ്ടുപിടിക്കാം അല്ലെ. ഓ, സി നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. കാരണം എന്താ, നമുക്ക് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ഡി ജി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചോട്ടെ. ഇവിടെ ഏതാണ് സാറിന്റെ ഈ ഡി ജി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലായി ഒരു ആംഗിൾ 50, ഒരു ആംഗിൾ 100. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം 3 ആംഗിളൂടെ കൂട്ടിയാൽ 180 ആണ് അല്ലെ. അപ്പോൾ ഈ മൂന്നാമത്തെ ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്നും ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അങ്ങ് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയടാ, അപ്പൊ ആംഗിൾ സി എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ്, കാരണം എന്താ 3 ആംഗിളൂടെ കൂട്ടുമ്പോൾ 180 ആണ്. 180 മൈനസ് ബാക്കി രണ്ട് ആംഗിളുകൾ എത്രയാ മക്കളെ? 100ഉം 50ഉം അല്ലേ. അപ്പൊ 100 + 50. യെസ്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 180 മൈനസ് 150 എന്ന് കിട്ടി. സോ നമുക്ക് ആംഗിൾ സി 30 എന്ന് സിമ്പിൾ ആയിട്ട് ആദ്യം തന്നെ അങ്ങ് കിട്ടി. ഓക്കെ, ആംഗിൾ സി നമുക്ക് 30 എന്ന് കിട്ടി അല്ലേ. ഓക്കെ മക്കളെ, അപ്പൊ ഇത് പറഞ്ഞിട്ട് ഇനി അടുത്തതാ. എടാ ഇത് നോക്കിയേ, ഈ എ ബിയും ഡി ജിയും പാരലൽ ആണ് അല്ലെ. രണ്ടും പാരലൽ ആണെങ്കിൽ ഇതൊരു ട്രാൻസ്വേഴ്സൽ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ മേലെ. ഇതൊരു ട്രാൻസ്വേഴ്സൽ അല്ലെ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിളും ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും എങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചേക്കുന്നത്? അത് സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും അല്ലെ. പഠിച്ചിട്ടില്ല? എല്ലാരും പഠിച്ചിട്ടുണ്ട്. ഇനി ഓർക്കാത്തവരുണ്ട്, ഇപ്പൊ ഓർത്തോണം, മറക്കരുത് അല്ലെ. രണ്ട് പാരലൈൻസ് ഒരു ട്രാൻസ്വേഴ്സിൽ കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ അല്ലെ, ഒരു ട്രാൻസ്വേഴ്സിൽ വരച്ചാൽ അവിടെ ഉണ്ടാവുന്ന കറസ്പോണ്ടിങ് ഈ ആംഗിൾസ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 50 ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും മക്കളെ? ഇതും 50 തന്നെയായിരിക്കും. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കിയടാ, ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ. ഇത് ട്രാൻസ്ലേഷനിൽ ആയിട്ട് കണക്കാക്കിയാൽ ഇവിടെ 100 അല്ലെ. അപ്പോൾ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? ഇതും 100 തന്നെയായിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? ഇങ്ങനെയല്ലേ എല്ലാവരും കണ്ടുപിടിച്ചതാ? എങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? നമുക്കറിയാം രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്. രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ നമ്മൾ പഠിച്ചേക്കുന്നത് എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്, ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും അതുപോലെ ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലെ. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, മറന്നു പോകരുത് കേട്ടാ. പിന്നെയോ, അപ്പൊ നമ്മൾ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കണ്ടുപിടിച്ചു അല്ലെ. 3 ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചു. എല്ലാരും എഴുതി കണ്ടുപിടിച്ചില്ലേ? ഇവിടെ എഴുതാം. ബാക്കി 2 ആംഗിൾസ് കൂടെ എടുത്ത് എഴുതി കേട്ടോ. ഏതൊക്കെയാണ്? ആംഗിൾ എ എന്ന് പറയുന്നത് നമുക്ക് 50 എന്ന് കിട്ടി. ആംഗിൾ ബി എന്ന് പറയുന്നത് നമുക്ക് 100 എന്നും കിട്ടി കേട്ടോ. അപ്പൊ റീസൺ എന്താന്ന് ചോദിച്ചാൽ റീസൺ ഇത്രേ ഉള്ളൂ. റീസൺ നമുക്ക് എഴുതാം എ ബി പാരലൽ ഡി ജി അല്ലെ. എ ബി പാരലൽ ഡി ജി, ഇവിടെയും അത് തന്നെ റീസൺ. എ ബി പാരലൽ ഡി ജി ആയതുകൊണ്ടാണ് അത് രണ്ട് ഈക്വൽ നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ ആംഗിൾ എ 50 എന്നും ആംഗിൾ ബി 100 എന്നും എഴുതിയത്. ഓക്കെ, ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്?
ആർ ലൈൻസ് ബി സി ആൻഡ് ഇ എഫ് പാരലൽ. വൈ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരെങ്കിലും പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ. പറയാൻ പറ്റുന്നവരുടെ ഹാൻഡ് റൈസ് ചെയ്തോ കേട്ടോ. ഇഷാനാണോ പറയുന്നത്? ഓക്കെ, ഇഷാനാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്തത്. സോ ഇഷാൻ പറഞ്ഞ ഇഷാനെ, നമ്മളോട് ചോദിച്ചേക്കോ ബി സിയും ഇ എഫും പാരലൽ ആണെന്ന്. അപ്പൊ ആദ്യം നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചോട്ടോ. ഏതാണ് ബി സി മക്കളെ? ബി സി ഏതാണ്? ഇതല്ലേ ബി സി, ഇതല്ലേ ബി സി. അതുപോലെ ഇ എഫ് ഏതാണ് മക്കളെ? ഇ എഫ് ഇതല്ലേ മക്കളെ ഇ എഫ്. ഓക്കെ, ഈ ബി സിയും ഇ എഫും പാരലൽ ആണെന്നാണ് നമ്മളോട് ചോദ്യം. ഇഷാൻ പറഞ്ഞോടാ, ഉത്തരം പറഞ്ഞോ. അവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണല്ലേ, അല്ലേ? ഇതും 100 ഇതും 100 അല്ലേ? അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണല്ലേ ആ രണ്ട് ലൈൻസിന്റെ. യെസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പാരലൽ ലൈൻസ് ആണെന്ന് പറയാം. ഏതൊക്കെ? നമ്മുടെ ഈ ബി സിയും അതുപോലെ ഈ ഇ എഫും അല്ലെ? വൺ പെയർ ഓഫ് ആംഗിൾസ് അല്ലെ? വൺ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. സോ എന്ത് പറയാം? ബി സി പാരലൽ ഇ എഫ് എന്ന് പറയാം. സെറ്റാണ്. എല്ലാവർക്കും ഇങ്ങനെയാണോ മനസ്സിലായത്? അൽസ ക്ലിയർ ആണോ? ഓക്കെ, അൻറിറ്റ, ജനീറ്റ, അലൻ, വൈഗ, അർഷാദ് എല്ലാവർക്കും ക്ലിയർ ആണോ? അഭിജ സെറ്റാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? ഓക്കെ, ഇഷാനെ മ്യൂട്ട് ചെയ്തോട്രാ. സെറ്റ്, കൊള്ളാം, മെടുക്കൻ. നമുക്ക് എന്ത് എഴുതാം? ഇവിടെ തന്നെ എഴുതിയ കാണാമോ നിങ്ങക്ക്? ഞാൻ ഇവിടെ എഴുതാം. ഇനി അപ്പുറത്തെ സൈഡിലോട്ട് പോയാൽ നിങ്ങൾക്ക് ഫിഗർ കാണത്തില്ലല്ലോ. അപ്പം എന്തുകൊണ്ടാണെന്നുള്ള റീസൺ ഞാൻ ഇവിടെ എഴുതാം. അപ്പൊ എന്താണ് റീസൺ? നമുക്കറിയാം ആംഗിൾ ഡി ജി ഇ അല്ലെ, ഡി ജി ഇ അല്ല, ഡി ജി സി അല്ലെ? ഡി ജി സി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വല? ആംഗിൾ എഫ് ഇ ജിനോട് ഈക്വൽ അല്ലെ? ആംഗിൾ എഫ് ഇ ജി വിച്ച് ഈസ് ഈക്വൽ എത്രയാണ് മക്കളെ? 100 ആണ് അല്ലെ? അത് രണ്ടും 100 ഇതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ബി സി, therefore ബി സി പാരലൽ ഇ എഫ്. ബി സി പാരലൽ ഇ എഫ് എന്ന് നമുക്ക് എഴുതാം. ബി സി പാരലൽ ഇ എഫ് ആണ്. എന്താണ് റീസൺ? വൺ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, റീസൺ മനസ്സിലായല്ലോ? വൺ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഈ സി എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടോ? ഈ എഫ് സി ജി എത്രയായിരിക്കും മക്കളെ? എഫ് സി ജി എത്രയായിരിക്കും? എഫ് സി ജി എത്രയായിരിക്കും? എഫ് സി ജി ആർക്ക് പറയാം? എഫ് സി ജി എത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങളാ? എഫ് സി ജി 150 ആണല്ലേ നിരഞ്ജന? യെസ്. എങ്ങനെയാണ് ഇത് 150 വന്നത്? ഇത് 150 വരും. കാരണം എന്താണ്? നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ടാവുന്ന വലിയ മുഴുവൻ ആംഗിൾ എത്രയാണ് മക്കളെ? മുഴുവനായിട്ട് ഉണ്ടാകുന്ന ആംഗിൾ 180 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ 30 ആണെങ്കിൽ ബാക്കി എത്രയും കൂടെ ഉണ്ടാവും അങ്ങോട്ട്? 150 കൂടെ ഉണ്ടാവും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴല്ലേ മൊത്തം 180 ആവുള്ളൂ. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ടാവുന്ന ആംഗിൾ എത്രയാണ്? ഇതുണ്ടോ? ഇങ്ങനെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ വരച്ചാൽ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അവിടെ ഉണ്ടാവുന്ന ഈ ആംഗിൾ എത്രയാ മക്കളെ? ഇത് 180 ആണ്. ഓക്കെ, അപ്പൊ ഇത് 30 ആണെങ്കിൽ ഇത് 150, അപ്പോൾ 180. ഓക്കെ, ഓക്കെ. അപ്പം അടുത്ത ചോദ്യത്തിലോട്ട് പോവാം നമുക്ക്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മനസ്സിലായില്ലേ? അപ്പൊ ഈ പാരലൽ ലൈൻസും പാരലൽ ലൈൻസിന്റെ ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ എന്നുള്ള പ്രോപ്പർട്ടി പഠിച്ചു വെക്കണം കേട്ടോ, മറന്നു പോയത്. അങ്ങനെയാണ്. ഇതൊന്ന് പറഞ്ഞേടാ, ഇതൊന്ന് വായിച്ചേ, എല്ലാരും വായിച്ചേ ഈ ക്വസ്റ്റ്യൻ. എല്ലാരും ഒന്ന് വായിച്ചേ. എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? ഇൻ ദ ഫിഗർ ലൈൻ സി ഡി ആൻഡ് ഇ എഫ് ആർ പാരലൽ. ഇവിടെ സി ഡിയും ഇ എഫും പാരലൽ ആണ് മക്കളെ. നിങ്ങൾക്ക് കാണത്തില്ലേ? ഞാൻ ഒന്നുകൂടെ വലുതാക്കി എഴുതരാം. സി ഡി, അതുപോലെ ഇവിടെ ഇ എഫ്. കേട്ടോ, ഇപ്പൊ കാണാവോ? ഓ, കാണത്തില്ല അല്ലെ? ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഓക്കെ അല്ലേ? കാണാമേ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്?
CD-യും അതുപോലെ EF-ഉം പാരലാന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോന്നിന്റെ ഉത്തരം പറഞ്ഞേ നിങ്ങൾ, ഓരോന്നിന്റെ ഉത്തരം പറഞ്ഞേ. ഏതൊക്കെയാണ്? ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ DPQ. ആംഗിൾ DPQ എത്രയാ മക്കളെ? നിരഞ്ജന, ക്വസ്റ്റ്യൻ ഇപ്പം എഴുതാൻ സമയം കിട്ടിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എങ്കിലും എടുക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എങ്കിലും എടുക്കുക, ആൻസറുകൾ വ്യക്തമായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് കൈ വെച്ചിട്ട് ആൻസറുകൾ എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ എഴുതാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ മാത്രം. സമയം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ആർദ്ര ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ള ആർദ്ര പറഞ്ഞോ. ആംഗിൾ DPQ, ആംഗിൾ DPQ എന്ന് പറയുന്നത് 180 മൈനസ് 30 പ്ലസ് 40 അല്ലെ? മിടുക്കി. യെസ്, ഓക്കെ. അപ്പൊ ആർദ്ര പറഞ്ഞു അല്ലെ? ആർദ്ര അല്ലേ പറഞ്ഞ? യെസ്, ആർദ്ര പറഞ്ഞു ആംഗിൾ DPQ എന്ന് പറയുന്നത് ഏതാ മക്കളെ? ഇതല്ലേടാ ആംഗിൾ DPQ, ഇതല്ലേ ആംഗിൾ DPQ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി മക്കളെ? ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ മതി അല്ലെ? ഏത്? DPQ എന്ന് പറഞ്ഞ് ഈ ട്രയാങ്കിൾ അങ്ങ് കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിൾ രണ്ട് ആംഗിൾസ് നമുക്ക് അറിയാം. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് 180 മൈനസ് ഇത് പ്ലസ് ഇത് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ എഴുതാൻ പോവാണ്. ഞാൻ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം. ആംഗിൾ DPQ ഈസ് ഈക്വൽ ടു എത്രയാണ്? 180 മൈനസ് ഏതൊക്കെ? ഇത് രണ്ടുകൂടെ കൂട്ടണം അല്ലെ? 30 പ്ലസ് 40. 180 മൈനസ് 30 പ്ലസ് 40 ചെയ്തു. അപ്പൊ എനിക്ക് എത്ര കിട്ടി? 180 മൈനസ് 70 എന്ന് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു 110 അല്ലെ? സോ നമുക്ക് DPQ 110 കിട്ടി. ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അൽസ 110, യെസ്. ദേവനാരായണൻ, മെർലിൻ എലിസബത്ത്, പ്രസ്കാബിജു, ഇഷാൻ, മെർലിൻ, സഫറിൻ, ഓക്കെടാ. സെറ്റ്. അർഷാദ് ശരിയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടി അല്ലെ? എല്ലാവർക്കും കിട്ടി. എത്രയാണ്? 110 എന്ന് കിട്ടി. ആംഗിൾ DPQ എന്ന് പറയുന്നത് എല്ലാവർക്കും 110 എന്ന് കിട്ടി. യെസ്, എടാ അങ്ങനെയാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞു അല്ലെ? 110 നമ്മൾ കണ്ടുപിടിച്ചു. ഈ രണ്ടാമത്തെ ചോദ്യം വിച്ച് ഈസ് ദ കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് ആംഗിൾ DPQ. അതാരാ പറഞ്ഞ? ആരോടാണോ പറഞ്ഞ? ആരോടെ ഏതാണ് കറസ്പോണ്ടിങ് ആംഗിൾ? ഏതാടാ? എടാ അതായത് ഈക്വൽ ആംഗിൾ ഏതാ ഉള്ളതെന്ന്? ആംഗിൾ DPQ ഈക്വൽ ആയിട്ട് മറ്റൊരു ആംഗിൾ ഏതാ എവിടെ ഉള്ളതെന്ന്? ഏതാണ്? FQB അല്ലെ? ഇതല്ലേ നമ്മുടെ കറസ്പോണ്ടിങ് ആംഗിൾ, അല്ലെങ്കിൽ BQF എന്ന് പറയാം. ഓക്കെ, ഒന്നിലെ FQB അല്ലെങ്കിൽ BQF, ഇതല്ലേ നമ്മുടെ കറസ്പോണ്ടിങ് ആംഗിൾ മക്കളെ, അല്ലേ? ശരിയല്ലേ? ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ സാറാ. ഓക്കെ ആരോൺ, ഗുഡ്, ശരിയാണ്. പറഞ്ഞോ. എന്താ മോനെ? മോനെ അവിടെ സ്റ്റക്ക് ആവുന്നുണ്ട്. വീഡിയോ ക്ലിയർ ആവുന്നില്ല. ഒന്ന് കമന്റ് ചെയ്യാവോ ഡൗട്ട് എന്താണേലും? ഓക്കെ, ഒന്ന് കമന്റ് ചെയ്യട്ടാ മോനെ, ഞാൻ നോക്കിയിട്ട് പറയാം. അതുപോലെ ഇത് കിട്ടിയില്ല. അപ്പൊ നമുക്ക് എന്താണ് ഇവിടുത്തെ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. ഏതാണ് കറസ്പോണ്ടിങ് ആംഗിൾ? ആംഗിൾ BQF ആണ് അല്ലെ? ആംഗിൾ BQF ആണ് നമ്മുടെ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 110 ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? അതും 110 തന്നെയായിരിക്കും, 110 തന്നെയായിരിക്കും അല്ലെ? ശരിയല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾ നോക്കിയേ, ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ DQF. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ DQF. ആംഗിൾ DQF എത്രയാ മക്കളെ? പറഞ്ഞടാ. DQF എടാ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ആൻസർ കമന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ ആംഗിൾ DQF എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ആംഗിൾ DQF ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ DQF എന്നേലും കൊടുക്കണം. ഇപ്പം നിങ്ങൾ നമ്പർ ആയിട്ട് വെറുതെ കമന്റ് ചെയ്ത് ഏതൊരു ഉത്തരവാണെന്ന് സാറിന് അറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. DQF എത്ര കിട്ടി നിങ്ങൾക്ക്? ദേവനാരായണൻ പറഞ്ഞ ഉത്തരം ശരിയാണ്, ഞാൻ കണ്ടു. ഞാനിപ്പോ ഉത്തരം വിളിച്ച് പറയുന്നില്ല, എല്ലാരും ചെയ്യട്ടെ കേട്ടോ. എല്ലാരും പറഞ്ഞ എല്ലാരും ഉത്തരം കമന്റ് ചെയ്തടാ. ചെയ്തവരെല്ലാം ഉത്തരം കമന്റ് ചെയ്തേ. യെസ് ആർദ്ര ശരിയാണ്. ഇഷാനെ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ, DQF എത്രയാന്ന് ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. നീ ആൻസർ കമന്റ് ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോടാ.
സഫറിൻ, പ്രസ്ക, യെസ്, അൽസ, അന്ന, അന്ന റോസ് ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. സഫറിൻ ശരിയാണ്. ഭരദ്വാജ് അല്ലെ, ഭരദ്വാജ് അല്ലേ? ഏതിന്റെ 100 കമന്റ് ചെയ്തേക്കണേ. ആദർശ് കൃഷ്ണ ശരിയാണ്. അർഷാദ്, റയാൻ, അൽഫോൺസ് ഏതിന്റെ 110 കമന്റ് ചെയ്തേക്കണേ? അത് ആയിട്ടെന്റെ ആയിരുന്നു അല്ലെ? ഓക്കെ മക്കളെ, അപ്പൊ എല്ലാരും ഉത്തരം കമന്റ് ചെയ്യട്ടാ. എല്ലാവർക്കും കിട്ടിയെന്ന് അറിയാൻ വേണ്ടിട്ടാ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ നോക്കിയേ മക്കളെ, നോക്കണേ. നമുക്കറിയാം ഇത് മുഴുവൻ എത്രയാ നമുക്കറിയാം. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ ഈ ഒരു പോണത്. ഈ എ ബി എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് മക്കളെ. എ ബി സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഇത് മുഴുവനായിട്ട് എത്രയാ നമുക്കറിയാം. മുഴുവൻ 180 നമുക്കറിയാം അല്ലെ? ശരിയല്ലേ? നിങ്ങൾ നോക്കിയേ, ഇത് മുഴുവൻ എത്രയാണ് മക്കളെ? ഇത് മുഴുവൻ 180 ആണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ ഇത്രയും ഭാഗം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 110 പ്ലസ് 40 ചെയ്താൽ പോരെ? 180 മൈനസ് 110 പ്ലസ് 40 ചെയ്താൽ പോരെടാ. അങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടില്ലേ? അപ്പൊ ഇവിടെ എഴുതാം നമുക്ക് എന്താ സീക്വൻസിന്റെ ആൻസർ ഇവിടെ എഴുതാം. ആംഗിൾ ഡി ക്യു എഫ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 180 മൈനസ് 110 പ്ലസ് 40. കാരണം സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തു. നമുക്ക് എത്ര കിട്ടി? 180 മൈനസ് 110 പ്ലസ് 40 എന്ന് പറയുമ്പോൾ 150. സോ നമുക്ക് ഉത്തരം 30 എന്ന് കിട്ടി അല്ലെ? ആംഗിൾ ഡി ക്യു എഫ് നമുക്ക് 30 എന്ന് കിട്ടി. സോ ഇത് 30 ഡിഗ്രി കേട്ടോ. ആംഗിൾ ഡി ക്യു എഫ് 30. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ പി ക്യു എഫ്. പി ക്യു എഫ് കണ്ടുപിടിച്ചാ. പി ക്യു എഫ് സിമ്പിൾ അല്ലേ? പി ക്യു എഫ് ഇനിയിപ്പോ സിമ്പിൾ അല്ലേ? എത്രയാണ്? പി ക്യു എഫ് 70. സഫറിൻ ശരിയാണ്. അതുപോലെ അർഷാദ് ശരിയാടാ. മെർലിൻ യെസ് യെസ്. എല്ലാരും കിട്ടിയ? എല്ലാവർക്കും കിട്ടിയ പി ക്യു എഫ്? ഏതാടാ പി ക്യു എഫ്? പി ക്യു എഫ് ഏതാന്ന് നോക്കിയേ. ഇതല്ലേ പി ക്യു എഫ്? പി ക്യു എഫ് അല്ലെ? പി ക്യു എഫ് എത്രയാണ്? 40 പ്ലസ് 30 എത്രയാണ്? 70 എന്ന് നമുക്ക് കിട്ടി അല്ലെ നിരഞ്ജന? യെസ്. ഇഷാൻ, അൽസ ശരിയാണ് കേട്ടാ. ദാനിയ ശരിയാണ്. പ്രസ്ക, സഫറിൻ, പ്രാർത്ഥന യെസ്, ലിയോൺ ശരിയാടാ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അപ്പൊ ആംഗിൾ പി ക്യു എഫ് നമുക്ക് എത്രയാന്ന് കിട്ടി? പി ക്യു എഫ് എത്രയാന്ന് കിട്ടിയ? പി ക്യു എഫ് 70 എന്ന് കിട്ടി അല്ലെ? നമ്മൾ എന്താ ചെയ്ത്? 40 പ്ലസ് 30 ചെയ്തു. സോ നമുക്ക് 70 എന്ന് ഉത്തരം കിട്ടി. 70 ഡിഗ്രി ആന്ന് കിട്ടി. 70 ഡിഗ്രി. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ എല്ലാ ചോദ്യം ഉത്തരം എഴുതി കഴിഞ്ഞില്ല നമ്മളാ? എല്ലാം റെഡി അല്ലേ? എളുപ്പല്ലേടാ? എളുപ്പല്ലേ? അന്നാറോസ് ചോദിക്കുന്ന ഡി പി ക്യു എന്ന് പറയുന്നത് 140 അല്ലെന്ന്. ഡി പി ക്യു, ഡി പി ക്യു. അന്നാറോസ് എങ്ങനെയാണ് ഡി പി ക്യു 140 ആവുന്നത്? നമ്മൾ ഈ ഡി പി ക്യു എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്താൽ, മോളെ ഡി പി ക്യു എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്താൽ അവിടെ 2 ആംഗിൾസ് നമുക്ക് അറിയാം അല്ലെ? ഒന്ന് 30 ആണ്, മറ്റൊന്ന് 40 ആണ്. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ നമ്മൾ എന്ത് ചെയ്യും? 180യിൽ നിന്നും ഈ 30യും 40യും കൂടെ അങ്ങ് കൂട്ടിയിട്ട് കുറയ്ക്കും അല്ലെ? 180യിൽ നിന്നും ഈ 30 40 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 70 കിട്ടും. 180 മൈനസ് 70 എത്രയാ? 110 ആണ് കേട്ടോ. ഡി ക്യു എഫ് 70 വരും മോളെ. 70, 140 അല്ല 70 കേട്ടോ. കാരണം ഒരു ആംഗിൾ 40 നമുക്ക് തന്നിട്ടുണ്ട്, മറ്റേ ആംഗിൾ നമ്മൾ 30 എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 40 പ്ലസ് 30 70 ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം പിടിച്ചോ മക്കളെ. അടുത്ത ചോദ്യം. എടാ ഇതിന്റെ ഉത്തരം പെട്ടെന്ന് പറഞ്ഞടാ. ഇതിന്റെ ഉത്തരം ഒന്ന് വായിച്ചേ നിങ്ങൾ. ചോദ്യം വായിച്ചേ. എന്താണ് ചോദ്യം പറയുന്നത്? വായിച്ചേ. എ ടാങ്ക് ഹാസ് 3 സെക്ഷൻസ്. ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിന് 3 സെക്ഷൻ ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, എ ടാങ്ക് ഹാസ് 3 സെക്ഷൻ. The first section holds 1/3 of the tank's capacity. ഓക്കെ, ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ടാങ്കിന്റെ മൊത്തം കപ്പാസിറ്റിയുടെ 1/3 പാർട്ട് കൊള്ളും. ഓക്കെ, അതാണ് ഇതിന്റെ കപ്പാസിറ്റി. മൊത്തം കപ്പാസിറ്റിയുടെ 1/3 ഭാഗവും ഫസ്റ്റ് സെക്ഷനിൽ കൊള്ളും. ഓക്കെ, അതുപോലെ സെക്കൻഡ് സെക്ഷൻ ഹോൾസ് 1/4. അതായത് ടോട്ടൽ കപ്പാസിറ്റിയുടെ 1/4 പാർട്ടാണ് സെക്കൻഡ് സെക്ഷനിൽ കൊള്ളുന്നത്. ഓക്കെ, അതുപോലെ തേർഡ് സെക്ഷൻ ഹോൾസ് ദ റെസ്റ്റ്. ബാക്കി എത്രയാണോ ഉള്ളത് അത് തേർഡ് സെക്ഷനിൽ കൊള്ളും. ഓക്കെ, ഇഫ് ദ ടാങ്ക്സ് ടോട്ടൽ കപ്പാസിറ്റി ഈസ് 120 liters,
ആ ടാങ്കിന്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 120 ലിറ്റർ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ഈച്ച് സെക്ഷൻ. മക്കളെ, ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൽ മൊത്തം എത്ര ലിറ്റർ വെള്ളം ഉണ്ട്? അല്ല, ആ ടാങ്കിൽ മൊത്തം എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്? അത് 120 ലിറ്റർ ആണ്. ഓക്കെ, മൊത്തം 120 ലിറ്റർ ആണ് കപ്പാസിറ്റി കേട്ടാ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ടാങ്ക് വരച്ചു. ഓക്കെ, ഇതിനെ ഞാൻ ഒരു 3 സെക്ഷൻസ് ആയിട്ട് തിരിക്കട്ടെ. ഇതൊരു സെക്ഷൻ, ഇതൊരു സെക്ഷൻ, മുകളിലോട്ട് ബാക്കി മിച്ചമുള്ള ഒരു സെക്ഷൻ. അപ്പൊ ഇത് ഫസ്റ്റ് സെക്ഷൻ ആണെന്ന് വെച്ചോ, ഇത് ഒന്നാമത്തെ സെക്ഷൻ. ഒന്നാമത്തെ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തോരം വെള്ളം കൊള്ളും? 1/3 പാർട്ട് അല്ലെ. ടോട്ടൽ എത്രയാണോ കൊള്ളുന്നത് അതിന്റെ 1/3 പാർട്ടാണ് ഫസ്റ്റ് സെക്ഷനിൽ. സെക്കൻഡ് സെക്ഷനിലോ? സെക്കൻഡ് സെക്ഷനിൽ 1/4 പാർട്ട് അല്ലെ. ടോട്ടൽ എത്രയാണോ അതിന്റെ 1/4 പാർട്ട്. ഇനി തേർഡ് സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല, ബാക്കി മിച്ചമുള്ള എത്രയാണോ അത് തേർഡ് സെക്ഷനിൽ കൊള്ളും. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ മൊത്തം ടോട്ടൽ കപ്പാസിറ്റി എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? ടോട്ടൽ കപ്പാസിറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 120 ലിറ്റേഴ്സ് ആണ് അല്ലെ. 120 ലിറ്റർ ആണ് ടോട്ടൽ കപ്പാസിറ്റി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഓരോ സെക്ഷനിലും എത്ര വീതം വെള്ളം കൊള്ളും എന്നുള്ള ആ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ഈച്ച് സെക്ഷൻ. ഓരോ സെക്ഷനിലും എത്രത്തോളം വെള്ളം കൊള്ളും എന്നുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതിടാ? ഇന്ന് നോക്കിയേ, നമുക്കറിയാം അല്ലെ, ആദ്യത്തെ സെക്ഷനിൽ എത്രത്തോളം വെള്ളം കൊള്ളും, അല്ലെങ്കിൽ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് ആദ്യത്തെ സെക്ഷന്? 1/3 അല്ലെ. നോക്കിയേ, ദ ഫസ്റ്റ് സെക്ഷൻ ഹോൾഡ്സ് 1/3 ഓഫ് ദ ടാങ്ക്സ് കപ്പാസിറ്റി. ടാങ്കിന്റെ കപ്പാസിറ്റി എത്രയാണോ അതിന്റെ 1/3 പാർട്ടും ഫസ്റ്റ് സെക്ഷനിൽ കൊള്ളും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? കപ്പാസിറ്റി ഓഫ് ഫസ്റ്റ് സെക്ഷൻ എഴുതാം. കപ്പാസിറ്റി ഓഫ് ഫസ്റ്റ് സെക്ഷൻ എങ്ങനെ എഴുതാം? കപ്പാസിറ്റി ഓഫ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 1/3 ഓഫ് ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് അല്ലെ. 1/3 ഓഫ് ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക്. അപ്പൊ 1/3 ഓഫ് ദ ടാങ്ക് എന്ന് എഴുതാം അല്ലെ. 1/3 ഓഫ് ദ ടാങ്ക്. ടാങ്കിന്റെ മൊത്തം കപ്പാസിറ്റി എത്രയാണോ അതിന്റെ 1/3. നമുക്കറിയാലോ ടാങ്കിന്റെ മൊത്തം കപ്പാസിറ്റി എത്രയാണ്? അത് 120 ആണ് അല്ലെ. അപ്പോൾ 1/3 ഇൻറ്റു എത്രയാണ് മൊത്തം കപ്പാസിറ്റി? നമ്മളോട് പറഞ്ഞിട്ട് 120 ആണ്. സോ 120 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടിയിടാ? നമുക്ക് 40 എന്ന് കിട്ടും അല്ലെ. 120 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ അത് നമുക്ക് 40 ലിറ്റർ എന്ന് കിട്ടും. യെസ്, ശരിയാണ്. അതുപോലെ കപ്പാസിറ്റി ഓഫ് സെക്കൻഡ് സെക്ഷൻ. കപ്പാസിറ്റി ഓഫ് സെക്കൻഡ് സെക്ഷൻ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് സെക്ഷനിൽ എന്തോരം കൊള്ളുന്ന പറഞ്ഞാൽ 1/4 ആണ് അല്ലെ. അപ്പൊ 1/4 ഇൻറ്റു 120 എത്രയാണ് കിട്ടിയത്? 30 ലിറ്റർ എന്ന് കിട്ടിയല്ലാകും. ഓക്കെ, അൽസ ശരിയാണ്. മറലി, നിവേദ്യ, അമയ എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയല്ലേ? യെസ്. അപ്പൊ എത്ര കിട്ടിയത്? അത് നമുക്ക് 30 ലിറ്റർ എന്ന് കിട്ടും. 30 ലിറ്റർ അല്ലെ. യെസ്. അടുത്തത് കപ്പാസിറ്റി ഓഫ് തേർഡ് സെക്ഷൻ. അതെങ്ങനെ കാണാടാ? കപ്പാസിറ്റി ഓഫ് തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? എടാ, ഓൾറെഡി ഫസ്റ്റ് സെക്ഷനിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു? 40 ലിറ്റർ. സെക്കൻഡ് സെക്ഷനിൽ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചു? 30 ലിറ്റർ. അപ്പൊ തേർഡ് സെക്ഷനിൽ എത്ര ഉണ്ടാവും? എത്ര ഉണ്ടാവും? മൊത്തം 120 അല്ലേ ഉള്ളതാ. അപ്പൊ അതിൽ നിന്ന് നമ്മളിപ്പോ കണ്ടുപിടിച്ച അത്രയും സെക്ഷൻ അങ്ങ് കുറയ്ക്കും അല്ലെ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മള് 120യിൽ നിന്നും എന്ത് കുറയ്ക്കും? 120യിൽ നിന്നും ആ 40 + 30 ആഡ് ചെയ്തിട്ട് കുറയ്ക്കും അല്ലെ. 40 + 30 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലെ. മൊത്തം 120 ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ 120 - 40 + 30 അപ്പൊ എത്ര കിട്ടി? 120 - 70. ദാറ്റ് മീൻസ് ലാസ്റ്റ് സെക്ഷനിൽ എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്? ആ ലാസ്റ്റ് സെക്ഷനിൽ 50 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് സെക്ഷനിൽ 50 ലിറ്ററിന്റെ കപ്പാസിറ്റി ഉണ്ട്. യെസ്. ഇഷാനെ പറഞ്ഞോ? യെസ്, നിവേദ്യ ശരിയാണോ? പറഞ്ഞോ ഇഷാനെ. എത്രയാടാ? ഏത് സെക്ഷനാ? തേർഡ് സെക്ഷൻ ആണോ? ഫസ്റ്റ് സെക്ഷൻ ആണോ? ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതല്ലേ മോനെ? കപ്പാസിറ്റി ഓഫ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ 1/3 പാർട്ട് അല്ലേ. ടോട്ടൽ ടാങ്ക് കപ്പാസിറ്റിയുടെ 1/3 എന്നാ പറഞ്ഞേക്കണേ.
ടാങ്ക് കപ്പാസിറ്റി എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? 120 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1/3 into 120. അപ്പൊ എത്ര കിട്ടിയത് മോനെ? ആ 1/20യോ? അതെന്തിനാണ് 1/20 ചെയ്തേ? 120/100 into 75ഓ? അതെന്തിനാ മോൻ അങ്ങനെ ചെയ്തേ? ഓക്കെ, എന്നിട്ട് മോന് 40 കിട്ടിയില്ല ഉത്തരം. മോൻ എങ്ങനെ ചെയ്താലും ഉത്തരം കിട്ടേണ്ടത് 40 ലിറ്റർ ആണ് കേട്ടോ. ഉത്തരം നമുക്ക് 40 കിട്ടണം, അല്ലെങ്കിൽ അത് ചെയ്തത് തെറ്റാന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ മോൻ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ചെയ്തേക്കണം നോക്കിയേ. ഇവിടെ ചെയ്തത് മോന് മനസ്സിലായോ? ആ, ഇങ്ങനെ ചെയ്യുന്ന. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ കറക്റ്റ് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ 1/3 പാർട്ട് ഓഫ് ടോട്ടൽ കപ്പാസിറ്റി നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ 1/4 പാർട്ട് ഓഫ് ടോട്ടൽ കപ്പാസിറ്റി സെക്കൻഡ് സെക്ഷൻ കണ്ടുപിടിച്ചു. തേർഡ് സെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ആദ്യം രണ്ട് കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. 40 എന്നുള്ള ഫസ്റ്റ് സെക്ഷന്റെ കപ്പാസിറ്റി കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സെക്ഷന്റെ കപ്പാസിറ്റി 30 ആണെന്ന് കണ്ടുപിടിച്ചു. ടോട്ടൽ 120 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ മൂന്നാമത്തെ സെക്ഷന്റെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? 120 - 30 + 40. യെസ്, അപ്പൊ നമ്മൾക്ക് എല്ലാം ആയില്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ മെർലിൻ പോവാം. യെസ്, ഓക്കെ. എടുത്ത് പെട്ടെന്ന് പറഞ്ഞേ, പെട്ടെന്ന് ഓരോരുത്തർ ഉത്തരം പറഞ്ഞു. പെട്ടെന്ന് എന്താ? ഹൗ മച്ച് ഈസ് 2/3 of 9? ഹൗ മച്ച് ഈസ് 2/3 of 9? അൽസ, ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്തേ. യെസ്, ഗുഡ്. ഹൗ മച്ച് ഈസ് 2/3 of 9? പെട്ടെന്ന് എടുത്താ, മൂന്നും പെട്ടെന്ന് ചെയ്തോ എല്ലാരും. അതുപോലെ വാട്ട് ഈസ് 3/4 പാർട്ട് ഓഫ് 8/3? ഓക്കെ, നിഹാരിക്ക കണ്ടുട്ടാ, ഉത്തരം കണ്ടുട്ടാ. ഫൈൻഡ് ദീസ് പ്രൊഡക്റ്റ്. ഏതൊക്കെ? 1/5 into 1/8 കേട്ടോ. ഇത് 1/5 into 1/8 ആണ്. 1/5 into 1/8. പെട്ടെന്ന് ചെയ്തോളാം എല്ലാരും പെട്ടെന്ന് ചെയ്തേ. യെസ്, ഉത്തരം കിട്ടുന്നുണ്ട്, കാണുന്നുണ്ട്. സഫറിൻ കണ്ടു കേട്ടോ, ഉത്തരം കണ്ടു. എല്ലാരും ചെയ്തോട്ടെ. ആദ്യത്തെ ചോദ്യം ചെയ്യട്ടെ. എ ക്വസ്റ്റ്യൻ എന്താണ്? 2/3 of 9 എന്താണെന്ന് ചോദിക്കണം. 2/3 of 9 എന്ന് പറഞ്ഞാൽ 2/3 പാർട്ട് ഓഫ് 9 അല്ലെ. 9ന്റെ 2/3 പാർട്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2/3 ഇൻറ്റു എന്ത് ചെയ്യണം? 9 ചെയ്യണം. 2/3 ഇൻറ്റു 9 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? ഇവിടെ 3ഉം 9ഉം വേണേ കട്ട് ചെയ്യാമല്ലേ. ഇനി കട്ട് ചെയ്തില്ലേ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 9 into 2 എന്താണ്? 18 ആണ്. 18/3 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 18/3 എത്രയാണ്? അത് 6 ആണ്. ഓക്കെ, കട്ട് ചെയ്യണേ കട്ട് ചെയ്ത് ചെയ്യാട്ടോ. എങ്ങനെ എഴുതിയാലും ശരിയാണ്, ഉത്തരം 6 കിട്ടും. അതുപോലെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കടാ. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് 3/4 പാർട്ട് ഓഫ് 8/3? എന്താണ് 3/4 പാർട്ട് ഓഫ് 8/3 എത്രയാണ്? അപ്പൊ എന്ത് ചെയ്യണം? 3/4 into 8/3 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 8 into 3 24 ആണ്. 24/12 എന്ന് കിട്ടും അടിയില്. ഇനി അല്ലെങ്കിൽ കട്ട് ചെയ്യാം, ഇവിടെ 4 8 കട്ട് ചെയ്യാം. എങ്ങനെയാണ് ഉത്തരം എത്ര കിട്ടി നിങ്ങൾക്ക്? 2 എന്ന് കിട്ടിയല്ലേ? യെസ് മെർലിൻ, സഫറിൻ, അന്ന റോസ് ശരിയാണ് കേട്ടാ. അമ്മയാ ശരിയാണ്. 2 എന്ന് കിട്ടി. എത്ര കിട്ടും? 24/12 എന്ന് കിട്ടിയാലും നമുക്ക് എന്താണെന്ന് അറിയാം, ഉത്തരം 2 ആണെന്ന് അറിയാം അല്ലെ. സോ സി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് 1/5 into 1/8. അത് എത്ര കിട്ടിയിടാ? 1/5 into 1/8 എത്ര കിട്ടി? യെസ്, സഫറിൻ ശരിയാണ്. നാറോസ് എല്ലാവർക്കും കിട്ടി. 1/40 എന്ന് കിട്ടിയ അല്ലെ. എത്രയാണ്? 1/40 എന്ന് കിട്ടി ഉത്തരം. എല്ലാവർക്കും കിട്ടിയാ? ചെയ്യാൻ പറ്റിയ എല്ലാവർക്കും? മിഥുന ചെയ്യാൻ പറ്റിയ? ചെയ്തോ? ആൽഫ്രഡ് ചെയ്തോടാ? ചെയ്തു. ലിയോൺ ചെയ്തോ? അതുപോലെ പ്രാർത്ഥന, ജഗൻ, ആരോൺ ചെയ്തു, കിട്ടിയല്ലേ? യെസ്, ഓക്കെ. അശ്വിനി, ആരോൺ, അനീഷ് സെറ്റ് അല്ലേ?
ജനീറ്റ, ആദിദേവ്, നിസാന, വൈഗ, പ്രഹർഷ, ഉത്തര എല്ലാരും ചെയ്യുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ പ്രഹർഷ? ഓക്കെ, യെസ്, എല്ലാരും എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം പോവാ. അടുത്ത ചോദ്യം എഴുതിക്കോ. ഇതൊന്നും പറഞ്ഞാ പെട്ടെന്നാ. രണ്ടു ദിവസം ചെയ്യണ്ട. എയും ബിയും ചെയ്യണം. ദേവനന്ദൻ, യെസ്, ഇന്ത്യ വോൺ ദ T20 വേൾഡ് കപ്പ് അല്ലെ? എല്ലാരും കണ്ടായിരുന്നോ കളിയൊക്കെ? ക്രിക്കറ്റ് ഒക്കെ കണ്ടായിരുന്നോ? എക്സാം ടൈം ആയതുകൊണ്ട് കണ്ടാവോ? കണ്ടു കാണില്ല അല്ലെ? എക്സാം ഒക്കെ പിന്നെ വരും, ലോകകപ്പ് ഇനി വരും അല്ലെ? അതല്ലേ മൈൻഡ്. കറണ്ട് ഇല്ലായിരുന്നു ആദിത്, ഓക്കെടാ, അതുകൊണ്ട് പഠിക്കാനും പറ്റിയില്ല, കളിയും കാണാൻ പറ്റിയില്ല. What is 4 times 2 kilogram? What is 4 times 2 kilogram? എത്രയാണ് 4 times 2 kilogram? 8 kilogram കിട്ടിയല്ലേ? എന്താണ് ആദ്യത്തെ ഉത്തരം? 4 times 2 kilogram എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം? 4 into 2 ആണ്. ദാറ്റ് മീൻസ് 8 എന്ന് കിട്ടും. 8 kilogram എന്ന് കിട്ടും അല്ലെ? അതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയില്ല എല്ലാവർക്കും? 8 എന്ന് കിട്ടിയല്ലേ? ഞാൻ കണ്ടോട്ടെ, എല്ലാവരുടെയും കമന്റ് കണ്ടു. യെസ്, അപ്പൊ അടുത്തത് എന്താണ്? ബി ക്വസ്റ്റ്യൻ. 6 kilogram of rice was packed in 5 bags of the same size. 6 കിലോഗ്രാം അരി, 6 കിലോ അരി എങ്ങനെയാണ് പാക്ക് ചെയ്തത്? 5 ബാഗുകളായിട്ട് പാക്ക് ചെയ്തു. അതും 5 ബാഗുകൾ എങ്ങനെയാണ്? 5 ബാഗുകളും സെയിം സൈസ് ആണ്. ഓക്കെ, അപ്പോൾ 6 കിലോഗ്രാം റൈസിനെ നമ്മൾ 5 തുല്യ ഭാഗങ്ങളാക്കി നിറച്ചു അല്ലെ? 5 തുല്യ ഭാഗങ്ങളാക്കി ഓരോ ബാഗുകളിലാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൗ മെനി കിലോഗ്രാം ഓഫ് റൈസ് ഇൻ ഈച്ച് ബാഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര പറയും? ഹൗ മെനി കിലോഗ്രാം ഓഫ് റൈസ് ഇൻ ഈച്ച് ബാഗ്? എല്ലാരും ചെയ്ത, എല്ലാരും ഉത്തരം പറഞ്ഞേ. ആറ് കിലോഗ്രാം അരിയാണ് 5 ബാഗുകളായിട്ട് നിറച്ചത് കേട്ടോ. 5 ഈക്വൽ ബാഗാണ്. അപ്പൊ എത്രയാണ്? പ്രസ്ക 5/6. ഓരോ ബാഗിലും ഹൗ മെനി കിലോഗ്രാം ഓഫ് റൈസ് ഇൻ ഈച്ച് ബാഗ് എന്ന് വെച്ചാൽ എത്രയാണ്? അത് 5/6 ആണല്ലേ? 5/6 ആണോ അതോ 6/5 ആണോ എന്ന് ആലോചിച്ച് നോക്കിയേ. 6 കിലോ റൈസിനെയാണ് 5 തുല്യ ഭാഗങ്ങളാക്കിയത് അല്ലെ? അപ്പോൾ 6/5 ആണ്, 5/6 അല്ല. ഓക്കെ, നിരഞ്ജന 5/6 ആണോ 6/5 ആണോ? എടാ 6 കിലോ അരി എന്റെ കയ്യിലുണ്ട്. 6 കിലോ അരിയാണ് ഞാൻ എന്ത് ചെയ്യണത്? 5 ബാഗുകളിലായിട്ട് ഇടുന്നത്. 5 ബാഗ് ഉണ്ട്, 5 ബാഗും സെയിം സൈസാ. അപ്പോൾ ഞാൻ 6നെ എന്ത് ചെയ്യുക? 6നെ ഞാൻ 5 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ? 6നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 6/5 അല്ലേ മക്കളെ വന്നെ? 6/5 അല്ലെ? 6നെ 5 തുല്യ ഭാഗങ്ങളാക്കുക, 5നെ അല്ല. ഓക്കെ ഓക്കെ, അപ്പൊ 6/5 എന്ന് കിട്ടി ഉത്തര. യെസ്, അമ്മയ. പിന്നെ ആരാണ്? അന്നാറോസ്, ഓക്കെ, മെർലിൻ, അദ്വൈത്, ശ്രീലക്ഷ്മി, ദേവനാരായണൻ. കിട്ടിയല്ലേ എല്ലാവർക്കും? യെസ്, അപ്പൊ ബി ക്വസ്റ്റ്യൻ ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എത്രയാണ്? 6/5 അല്ലെ? 6/5. ഈച്ച് ബാഗിലും 6/5 kilograms ഓഫ് റൈസ് ഉണ്ടാവും. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഇഫ് ഇറ്റ് ഈസ് പാക്ഡ് ഇൻ 4 bags? 4 bags ആണെങ്കിൽ എത്രയാണ്?
ഇഷാനെ 4/6 ആണോ 6/4 ആണോടാ? യെസ് 6/4. മാറിപ്പോയത് കേട്ടോ. എടാ 6 കിലോയാണ് 4 തുല്യ ഭാഗങ്ങളിൽ നമ്മൾ ആക്കണത്. 6 കിലോയെ 4 തുല്യ ഭാഗങ്ങളാക്കുന്നത്. അപ്പം 6/4. യെസ് 6/4 എന്ന് കിട്ടും. നമുക്ക് അതിനെ ചെറുതാക്കാൻ വേണമെങ്കിൽ അല്ലെ 6/4 ചെറുതാക്കിയ 2 വെച്ച് മുകളിലും താഴെ ഡിവൈഡ് ചെയ്തേ അപ്പൊ എത്ര വരും? 3/2 എന്ന് കിട്ടും. അതായത് 1.5 കിലോഗ്രാം അല്ലെ 1.5 കിലോഗ്രാം. യെസ് 1.5 ആണ് ദേവനാരായണൻ. അന്നാറോസ് 1/2. 2 + 1 3. യെസ് ശരിയാണ് 3/2. അന്നാറോസ് ശരിയാണ്. ഐലിൻ 1.5. എല്ലാവർക്കും കിട്ടിയ 1.5 എന്നാ ഉത്തരം കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? ജഗനെ കിട്ടിയോ? ഓക്കെ അമ്മയ്യ നിരഞ്ജന യെസ് കിട്ടിയല്ലേ? ഓക്കെ അങ്ങനെയെങ്കിൽ ആ ചോദ്യം കഴിഞ്ഞു നമ്മളല്ലേ? ആ ചോദ്യവും കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിട്ട് പോവാ. അടുത്ത ചോദ്യത്തിട്ട് പോവാ നമുക്ക്. Calculate 7/3 of 2/5. Calculate 7/3 of 2/5. ഉത്തരം പറഞ്ഞേ. കാൽക്കുലേറ്റ് 7/3. അപ്പം എ ക്വസ്റ്റ്യൻ ആണ് ഉത്തരം കമന്റ് ചെയ്യുന്നെങ്കിൽ എ എന്നിട്ടിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാവരോടും ഞാൻ പറയാണ് ഉത്തരം കമന്റ് ചെയ്യുമ്പോൾ എയുടെ ആണെങ്കിൽ എ എന്നിട്ടിട്ട് കമന്റ് ചെയ്യണം ഉത്തരം. എല്ലാരും ചെയ്തേ പെട്ടെന്നാ. ഋതുനന്ദ ചെയ്തടാ. ചെയ്ത് എല്ലാരും ഉത്തരം കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ദേവനന്ദൻ സഫറിൻ യെസ് കണ്ടു കണ്ടു കണ്ടു. ബാക്കിയുള്ളവരും പോരട്ടെ കമന്റ് പോരട്ടെ. നന്ദഗോപൻ യെസ് ശരിയാണ്. ഇനി കമന്റ് ചെയ്യാണ്ടിരിക്കുന്നവരുണ്ടോ? ഇവര് കിട്ടാത്തത് ചെയ്യാതിരിക്കുന്നതാണോ അതോ ഇവിടെ എഴുതിയിട്ട് നോക്കി എഴുതാൻ വേണ്ടിയിരിക്കുന്നോ? ഇനിയും നിഹാരിക യെസ്. ദേവനാരായണൻ ഒന്നുകൂടെ ചെക്ക് ചെയ്ത ആൻസർ. അൽസ ശരിയാണ്. എത്രയാണ്? 7/3 of 2/5 എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്കറിയാം എന്താ 7/3 into 2/5 അല്ലെ? 7/3 into 2/5 അപ്പൊ എത്ര വരും? ദേവനാരായണൻ ആണോ? ഓക്കെടാ ഓക്കെ ഓക്കെ ശരിയായല്ലോ അല്ലെ? ആ ഓക്കെടാ സെറ്റ്. അപ്പൊ നമുക്ക് കിട്ടി എത്രയാണ്? 14/7 into 2 14 ആണ്. 5 into 3 15 ആണ് അല്ലെ? 14/15 എല്ലാവർക്കും കിട്ടി. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? ഓക്കെ അതുപോലെ അടുത്ത വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1/2 മീറ്റേഴ്സ്? എടാ ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 1/2 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ആ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ് മക്കളെ? ആ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? എല്ലാരും ഏരിയ കമന്റ് ചെയ്തേ. അന്നാറോസ് 3/2 ആണ് കിട്ടണേ. ഒന്നുകൂടെ നോക്കിയതാ. ശ്രീലക്ഷ്മി ശ്രീജിത്ത് ശരിയാണ്. നന്ദഗോപൻ നീ ഫ്രാക്ഷൻ മാറ്റി നന്ദഗോപൻ ശരിയാണ്. നന്ദഗോപൻ ശരിയാടാ. എടാ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1/2 അല്ലെ? സ്ക്വയറിന്റെ ഒരു സൈഡ് 1/2 മീറ്റർ ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ക്വയറിന്റെ ഏരിയ കാണാൻ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ സ്ക്വയർ എടുക്കും അല്ലെ? സൈഡ് എത്രയാണോ അതിന്റെ സ്ക്വയർ എടുക്കും. ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് എ. ഒരു സ്ക്വയറിന്റെ സൈഡ് എ ആണെങ്കിൽ നമ്മൾ ഏരിയ എങ്ങനെ കാണുന്നത്? എ സ്ക്വയർ അല്ലെ? അല്ലെങ്കിൽ എ ഇൻറ്റു എ എന്ന് ചെയ്യും. അല്ലെങ്കിൽ എ സ്ക്വയർ എടുക്കും. അപ്പൊ ഇവിടെ നമുക്ക് സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും? ഇവിടെ നമ്മുടെ ഒരു സൈഡ് എത്രയാണ്? ഇവിടെ നമ്മുടെ ഒരു സൈഡ് എന്ന് പറയുന്നത് 1/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഇവിടെ നമ്മുടെ ഒരു സൈഡ് 1/2 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? 1/2 നമുക്ക് എങ്ങനെ എഴുതാം? പ്രോപ്പർ ആക്കി എഴുതുമ്പോൾ 2 into 1 2 ആണ്. 2 + 1 3 3/2 എന്ന് എഴുതാം അല്ലെ? ഒരു സൈഡ് നമുക്ക് 3/2 ആണെന്ന് കിട്ടി. നമ്മൾ ആ മിക്സ്ഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എഴുതി. ഓക്കെ ഇനി ഇതിന്റെ ഏരിയ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും?
therefore area is equal to 3/2 സ്ക്വയർ അല്ലെ. 3/2 സ്ക്വയർ കണ്ടാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 3 സ്ക്വയർ നമുക്കറിയാം 9 ആണ്, ഡിവൈഡ് ബൈ 2 സ്ക്വയർ നമുക്കറിയാം 4 ആണ് അല്ലെ. 9/4 എന്ന് കിട്ടും. 9/4 എന്ന് കിട്ടിയ എല്ലാവർക്കും 9/4. കിട്ടാത്തത് പെട്ടെന്ന് എഴുതിയെടുത്തേ. ടു 2.25 ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. 9/4 ചെയ്യുമ്പോൾ നമുക്ക് 2.25 കിട്ടും. ഓക്കെ, 9/4 വരെ എഴുതിയെങ്കിലും കുഴപ്പമില്ല, 9/4 വരെ എഴുതി നിർത്തിയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിട്ട് പോവാം നമുക്ക്. ഇത് തന്നെ ചെയ്തേ. 5 liters of milk is filled in 6 bottles of same size. 5 ലിറ്റർ മിൽക്ക് 6 ബോട്ടിലുകളിലായിട്ട് ഷെയർ ചെയ്തു. ഓക്കെ, 6 ബോട്ടിലുകളിലായിട്ട് ഫിൽ ചെയ്തു. എത്ര ലിറ്റർ മിൽക്ക്? 5 ലിറ്റർ മിൽക്ക്. കുറച്ച് മനസ്സിലായ? 5 ലിറ്റർ മിൽക്കിനെ നമ്മൾ 6 ഈക്വൽ സൈസ് ഉള്ള ബോട്ടിലായിട്ട്, സെയിം സൈസ് ഉള്ള ബോട്ടിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ ഫിൽ ചെയ്ത് വെച്ചു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡസ് ഈച്ച് ബോട്ടിൽ ഹോൾഡ്? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡസ് ഈച്ച് ബോട്ടിൽ ഹോൾഡ്? മാറിപ്പോകരുത് ഇത്തവണ. യെസ് ഇഷാൻ ശരിയാണ്, ഇത്തവണ ശരിയാക്കി. സഫറിൻ ശരിയാണ്. ഓക്കെ, എല്ലാരും പറഞ്ഞേ. എടാ 5 ലിറ്റർ മിൽക്കിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 6 തുല്യ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. കാരണം എന്താണ്? 6 ബോട്ടിൽസ് ഓഫ് സെയിം സൈസ് ഉണ്ട്, ഒരേ സൈസുള്ള 6 ബോട്ടിൽസ് ഉണ്ട്. എന്നിട്ട് 6 ബോട്ടിലോട്ട് നമ്മൾ എന്തിനാ ഡിവൈഡ് ചെയ്തത്? 5 ലിറ്റർ ഓഫ് മിൽക്ക്. 5 ലിറ്റർ മിൽക്കിനെയാണ് നമ്മൾ ഇങ്ങനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോ നമുക്ക് എന്ത് എഴുതാം? ആയത്തിന്റെ ഉത്തരം നമുക്ക് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡസ് ഈച്ച് ബോട്ടിൽ ഹോൾഡ് എന്ന് ചോദിച്ചാൽ, ഓരോ ബോട്ടിലും എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടെന്ന് ചോദിച്ചേ. ഓരോ ബോട്ടിലും എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടാ? അത് 5/6 ആണല്ലേ. 5/6 ലിറ്റർ മിൽക്ക് ഉണ്ടാവും ഓരോ ബോട്ടിലും. എടാ അങ്ങനെയെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഇൻ 3 ബോട്ടിൽസ് ടുഗദർ? എടാ അങ്ങനെ 3 ബോട്ടിൽസിൽ എത്ര ഉണ്ടാവും? 3 ബോട്ടിൽ ഒരുമിച്ച് എടുത്താൽ മൊത്തം കൂടെ എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടാവും? എടാ ഒരു ബോട്ടിലില് 5/6 ആണ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ഒരൊറ്റ ബോട്ടിലില് 5/6 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. എടാ അങ്ങനെയെങ്കിൽ 3 ബോട്ടിലുകൾ എടുത്താൽ, 3 ബോട്ടിൽ നമ്മൾ എടുത്താൽ അതിൽ മൊത്തത്തിൽ എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടാവും? 3 ബോട്ടിലും കൂടെ എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടാവും? എത്ര ലിറ്റർ ഉണ്ടാവുക? പറഞ്ഞേ കമന്റ് ചെയ്തേ. പ്രസ്ക, എന്താണ് പ്രസ്ക ഡൗട്ട്? ആ 6/5 എഴുതിയേ. കാരണം നമ്മൾ 6 കിലോഗ്രാം റൈസിനെ ആയിരിക്കും ചിലപ്പോൾ എഴുതിയത്. 6 കിലോഗ്രാം റൈസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. എത്ര ബാഗിലായിട്ടാണ് ഡിവൈഡ് ചെയ്തത് നമ്മള്? 5 ബാഗിലായിട്ട്. ഇവിടെയോ? ഇവിടെ എത്ര ലിറ്റർ മിൽക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കണേ? 5 ലിറ്റർ മിൽക്കിനെയാണ് നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തേക്കണേ? 6 ബോട്ടിലായിട്ട് ഡിവൈഡ് ചെയ്തേക്കണേ അല്ലെ. 5 ലിറ്റർ മിൽക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു, 6 ബോട്ടിലുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ 5നെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത് അല്ലെ. 5 ലിറ്ററിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. സോ 5/6 എന്താ മോളെ? എന്തിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? ഇവിടെ 5 ലിറ്റർ മിൽക്കിനെയാണ് നമ്മൾ 6 ബോട്ടിലാക്കിയത്. അവിടെ നമ്മൾ എന്ത് ചെയ്തു? 6 കിലോഗ്രാം റൈസിനെയാണ് നമ്മൾ 5 ബാഗിലാക്കിയത്. അപ്പോൾ അവിടെ 6/5. ഇവിടെ എന്തായി? 5 ലിറ്റർ മിൽക്കിനെയാണ് 6 ബോട്ടിലാക്കിയോണ്ട് 5/6. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ ഹൗ മെനി ലിറ്റേഴ്സ് ഇൻ 3 ബോട്ടിൽസ് ടുഗദർ? മക്കളെ ഒരു ബോട്ടിൽ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? എത്രയാടാ? 5/6 ആണ്. അപ്പോൾ 3 ബോട്ടിലുകളിൽ എത്രയായിരിക്കും? അത് ഇത്തല്ലേ
3 into 5/6 ചെയ്താ പോരെ? 3 into 5/6 ചെയ്തടാ. എത്രയാണ് 3 into 5/6? 3 into 5 15 ആണല്ലേ? 15/6 എന്ന് കിട്ടും. ഈ 15/6 ചെറുതാക്കാലോ. 15/6 ഒന്ന് ചെറുതാക്കിയടാ. 3 വെച്ച് മുകളിൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 15നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ? 15നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ആണ് അല്ലെ? 5 ആണ്. അതുപോലെ 6നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? അത് 2 ആണ്. 5/2 എന്ന് കിട്ടും. അപ്പോൾ ഉത്തരത്തെ കിട്ടി നമുക്ക് 2.5 എന്ന് കിട്ടി അല്ലെ? 2.5 ലിറ്റർ ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, 2.5 ലിറ്റർ. യെസ്. എടാ മൂന്നാമത്തെ ചോദ്യം, ഇൻ 4 ബോട്ടിൽസ്, അങ്ങനെയാണ് 4 ബോട്ടിൽസ് എത്രയുണ്ട്? 4 ബോട്ടിലിൽ കാണാൻ എന്ത് ചെയ്യണം? 4 ഇൻറ്റു ലിറ്റർ ഓഫ് മിൽക്ക് ഇൻ 1 ബോട്ടിൽ അല്ലെ? ഒരു ബോട്ടിലുള്ള മിൽക്ക് എത്രയാണോ അത് ഇൻറ്റു 4 ചെയ്യണം. ഒരു ബോട്ടിൽ എത്രയുണ്ടോ നമുക്ക് കിട്ടിയത്? 5/6 ആണ്. അപ്പോ 4 ഇൻറ്റു 5/6 ചെയ്താ പോരെ? എത്ര കിട്ടും? 20/6 കിട്ടും. എടാ ഇതിനൊന്ന് ചെറുതായിക്കടാ. എത്ര കിട്ടും? മുകളിലും താഴെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ മേലെ. മുകളിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. താഴെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 3 കിട്ടും. സോ 10/3 which is equal to 0.3. സോറി 0.3 അല്ല 3. ഞാൻ 3/10 ആണെന്ന് ഓർത്ത് പെട്ടെന്ന്. ഓക്കെ, അപ്പൊ 10/3 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കിട്ടും? ഒരു 3.33 എന്ന് കിട്ടും അല്ലെ? 3.33 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഉണ്ടാവും അവിടെ. ഓക്കെ, തെറ്റല്ലടാ? അത്രയും കിട്ടിയാ? 3 ചോദ്യത്തിന് ഉത്തരം കിട്ടിയാ? അങ്ങനെയെങ്കിൽ അടുത്തോട്ട് പോവാ. നിങ്ങൾ 10/3 വരെ ചെയ്തുള്ളെങ്കിലും കുഴപ്പമില്ല കേട്ടാ. 10/3 വരെയാണ് ചെയ്തുള്ളെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, 10/3 വരെ ചെയ്ത് നിർത്തിയാലും കുഴപ്പമില്ല കേട്ടാ. ആരോടെ പറഞ്ഞ? ആരോടെ മോനെ പറഞ്ഞേ? എന്തോ? ഫ്രാക്ഷൻ എങ്ങനെ ഡിസിമൽ ആക്കണമെന്നോ? എടാ 10/3 എന്ന് കണ്ടാൽ നീ 10/3 ഒന്ന് ചെയ്തു നോക്കണം. 10/3 എത്രയാണ്? എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് ഉണ്ടല്ലേ? 9. 10ൽ നിന്ന് 9 പോയാൽ എത്രയുണ്ട്? 1 ഉണ്ടല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് അങ്ങ് ഇടണം. എന്നിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? വീണ്ടും 3 ടൈംസ് ഉണ്ടല്ലേ 10നകത്ത്. അപ്പോൾ 9 എഴുതി. കാണാമോ നിനക്ക്? ബാലൻസ് 1 വന്നു. വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുത്തു. എത്ര ടൈംസ് ഉണ്ട് 10നകത്ത്? 3 ടൈംസ് ഉണ്ടല്ലേ? 9. സോ ഇത് ഇങ്ങനെ റിക്കറിംഗ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ പൊക്കോണ്ടിരിക്കും. സോ നമ്മള് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസും കൂടെ എഴുതിയാൽ മതി. സോ 3.33 ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കി എഴുതണം കേട്ടാ. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിട്ട് വാ. ആരാണ്? പ്രഹർഷ എന്താണ് ഡൗട്ട് ചോദിക്കുന്നത്? മൂന്ന് ബോട്ടിൽസ്. ഹൗ മെനി ലിറ്റേഴ്സ് ഇൻ 3 ബോട്ടിൽസ് ടുഗദർ? നമ്മളോട് ആദ്യം ചോദിച്ചു ഒരു ബോട്ടിൽ എത്രയാന്ന് നമ്മളോട് ചോദിച്ചു. അത് നമ്മൾ 5/6 ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ 3 ബോട്ടിൽസ് മൊത്തം എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടെന്ന് ചോദിച്ചു. മോളെ ഒരു ബോട്ടിലില് 5/6 ആണെങ്കിൽ 3 ബോട്ടിലെ കാണാൻ എന്ത് ചെയ്യണം? 3 into 5/6. കാരണം എന്താ? എല്ലാ ബോട്ടിലും ഒരേ അളവാന്ന് നമുക്കറിയാം അല്ലെ? എല്ലാ ബോട്ടിലും ഒരു ബോട്ടിൽ 5/6 ആണ്, ബാക്കി എല്ലാ ബോട്ടിലും എത്ര വെച്ചാ? 5/6 വെച്ച് തന്നെയാണ്. സോ നമുക്ക് 3 into 5/6 ചെയ്തു. 3 ബോട്ടിൽസ് ആകുമ്പോൾ 3 ഇരട്ടി. അപ്പൊ 3 into 5/6 നമുക്ക് എത്ര കിട്ടി? 2.5 കിട്ടി. ഓക്കെ ആണോ? 15/6. എന്നിട്ട് മുകളിലും താഴെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്തു. 3 വെച്ച അല്ല, നമ്മൾ 15നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ മോളെ? 15നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോ 5 ആണ്. അതുപോലെ തന്നെ നമ്മൾ 6നെയും 3 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ എത്രയാണ്? 2 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ മാറിയില്ല ഡൗട്ടാ? യെസ്. ഓക്കെ, അപ്പൊ വാ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കടാ.
ഈ ക്വസ്റ്റൻ നോക്കിയേ. ജഗൻ 7 മണിക്ക് നമ്മുടെ ക്ലാസ് അവസാനിക്കും കേട്ടോ. 7 മണിക്ക് ക്ലാസ് അവസാനിക്കും. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റൻ നോക്കിയേ. ഈ ക്വസ്റ്റൻ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓർക്കുന്നുണ്ട് ആരെങ്കിലും? നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാരും തന്നെ ചെയ്യോ? ഇതെല്ലാവരും തന്നെ ചെയ്യോ? നോക്കിക്കേ. Raghu cut several rectangular pieces with a length of 1/4 meter and breadth of 1/2 meter from a cardboard. എങ്ങനെയാണ്? രഘു കുറെ റെക്ടാങ്കുലർ പീസസ് ഉണ്ടാക്കിയെടുത്തു. റെക്ടാങ്കിൾ എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും? റെക്ടാങ്കിൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലെ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലും ആയിട്ടുള്ള ഒരു 4 സൈഡഡ് ഫിഗർ ആണ് നമ്മുടെ റെക്ടാങ്കിൾ. അപ്പോ രഘു കട്ട് സെവറൽ റെക്ടാങ്കുലർ പീസസ് വിത്ത് എ ലെന്ത് ഓഫ് 1/4 മീറ്റർ. ലെന്ത് 1/4 മീറ്ററും അതുപോലെ ബ്രെഡ്ത്ത് 1/2 മീറ്റർ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ലെന്ത് 1/4ഉം ബ്രെഡ്ത്ത് 1/2ഉം. അങ്ങനെയെങ്കിൽ ഏരിയ ഓഫ് വൺ റെക്ടാങ്കുലർ പീസ് എത്രയാണ് മക്കളെ? ഏരിയ നിങ്ങൾക്ക് അറിയാം. റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? അത് ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ചെയ്യാൻ മേലെ നിങ്ങൾക്ക്? ചെയ്യാൻ മേലെ? ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ കാണാൻ. അപ്പോൾ നിങ്ങൾ ലെന്ത് ഉണ്ട് നമ്മുടെ കയ്യിൽ, ബ്രെഡ്ത്ത് ഉണ്ട്, ചെയ്യണം കേട്ടോ. അതുപോലെ how many such pieces are required to make a rectangle having an area of 1 square meter? അങ്ങനെയെങ്കിൽ എത്ര പീസുകൾ വേണം? ഹൗ മെനി സച്ച് പീസസ് ആർ റിക്വയർഡ്? എന്തിന്? 1 സ്ക്വയർ മീറ്റർ ഏരിയ ഉള്ള ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ എത്ര പീസസ് വേണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 1 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ എത്ര പീസുകൾ വേണം? അപ്പോൾ ആദ്യം നമ്മൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 1 എന്നുള്ള ഏരിയ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ആ തന്നിരിക്കുന്ന നമ്മൾ കണ്ടുപിടിച്ച ഏരിയ ചെയ്താൽ മതി. ഓക്കെ, ഈ 1 ഡിവൈഡഡ് ബൈ നമ്മൾ കണ്ടുപിടിച്ച ഏരിയ. ഇവിടെ ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്ര വരും? 1/4 ഇൻറ്റു, ഇവിടെ പറയുകയാണെങ്കിൽ 1/4 ഇൻറ്റു 1/2 വരും. ദാറ്റ് മീൻസ് എത്ര കിട്ടും നമുക്ക്? 1/8 കിട്ടും. ഓക്കെ, ഇനി 1/8 ആണ് ഒരു റെക്ടാങ്കിൾ പീസിന്റെ ഏരിയ. ഒരു റെക്ടാങ്കുലർ പീസിന്റെ ഏരിയ ആണ് 1/8. മനസ്സിലായോ? ഒരു റെക്ടാങ്കുലർ പീസിന്റെ ഏരിയ ആണ് 1/8. എടാ അങ്ങനെയെങ്കിൽ എത്ര പീസുകൾ വേണം മക്കളെ? എത്ര പീസുകൾ വേണം അതിന്റെ ഏരിയ 1 സ്ക്വയർ മീറ്റർ ആവാൻ? അതായത് എത്ര പീസുകൾ ഇതുപോലത്തെ 1/8 ഏരിയ ഉള്ള എത്ര റെക്ടാങ്കുലർ പീസസ് ചേർന്നാലാണ് 1 സ്ക്വയർ മീറ്റർ ഏരിയ ഉള്ള ഒരു റെക്ടാങ്കിൾ ഉണ്ടാവുക? അതെങ്ങനെ കണ്ടുപിടിക്കണേ? അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിങ്ങനെ നോക്കിയാൽ പോരെ. 1 സ്ക്വയർ മീറ്ററിനകത്ത് എത്ര 1/8 ഉണ്ടെന്ന് നോക്കിയാൽ പോരെ മക്കളെ. 1 സ്ക്വയർ മീറ്ററിനകത്ത് എത്ര 1/8 ഉണ്ട് അല്ലെ? അപ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യണേ? നമ്മൾ അതിന് എന്ത് ചെയ്യും? 1 ബിക്കോസിന് ഇവിടെ എഴുതാവേ. നമുക്ക് അതിന് ഇങ്ങനെ എഴുതാം. 1 ഡിവൈഡഡ് ബൈ 1/8 എന്ന് എഴുതാം. ഓക്കെ, 1 ഡിവൈഡ് ബൈ 1/8. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1/8 ആണ്. 1/8 ആണെങ്കിൽ 1 ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ. 1/8ന്റെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ 8/1. ദാറ്റ് മീൻസ് 8 എന്ന് കിട്ടും. ശരിയല്ലേ മക്കളെ? അപ്പൊ എത്ര പീസുകൾ വേണം? എത്ര പീസസ് വേണം? എത്ര പീസസ് വേണം? 8 പീസസ് വേണം അല്ലെ? 1/8 ഏരിയ ഉള്ള 8 പീസുകൾ ഉണ്ടെങ്കിൽ എന്താവുള്ളൂ? 1 മീറ്റർ സ്ക്വയർ ഉള്ള റെക്ടാങ്കിൾ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, 1/8 ഏരിയ ഉള്ള 8 റെക്ടാങ്കുലർ പീസസ് കൂട്ടി വെച്ചാലേ നമുക്ക് എന്താ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? 1 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു റെക്ടാങ്കുലർ പീസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 8 പീസസ് നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ നോക്കിയേ. 5 pieces are joined to make a rectangle. One side of this rectangle is 1/4 meter. എടാ 5 പീസസ് കൂട്ടി ചേർത്തു. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള കുട്ടി 5 പീസുകൾ കൂട്ടി വെച്ച് നമ്മൾ ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കി. ഓക്കെ, ഒരു പീസിന്റെ ഏരിയ എത്ര നമ്മൾ കണ്ടുപിടിച്ചേക്കണ? അത് 1/8 ആണ് കേട്ടോ. ഒരു പീസിന്റെ ഏരിയ 1/8 ആണ്. അങ്ങനെയെങ്കിൽ 5 പീസുകൾ കൂട്ടി വെച്ച് നമ്മൾ ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കി എങ്കിൽ one side of this rectangle is 1/4 meter. ആ റെക്ടാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 1/4 മീറ്റർ എന്നുണ്ട്. എടാ എങ്കിൽ അതിന്റെ ഏരിയയും മറ്റേ സൈഡിന്റെ ലെന്തും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു നോക്കുക. അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം, മറ്റേ സൈഡിന്റെ ലെന്തും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ അറിയാം? നമുക്കറിയാം ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്ന് നമുക്കറിയാം അല്ലെ? ഏരിയ എന്ന് പറയുന്നത് ലെന്തിന്റെ ബ്രെഡ്ത്ത് ആണെന്ന് നമുക്കറിയാലോ. ഇവിടെ നമുക്ക് ഏരിയ അറിയത്തില്ല. ആകെ അറിയാവുന്ന എന്താണ്? ഒരു സൈഡ് തന്നിട്ടുണ്ട് 1/4 മീറ്റർ ആണ് തന്നിട്ടുണ്ട് ഒരു സൈഡ്. അപ്പൊ ഞാൻ അത് ലെന്ത് ആയിട്ട് എടുക്കട്ടെ. ലെന്ത് ആയിട്ട് എടുക്കട്ടെ ഒരു സൈഡ്.
അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ എത്ര പീസസ് ചേർത്താ ഉണ്ടാക്കിങ്ങനെ 5 പീസസ് ആർ ജോയിൻ ടു മേക്ക് റെക്ടാംഗിൾ എന്നാ പറയണേ. റെക്ടാംഗിൾ ഉണ്ടാക്കാൻ നമ്മൾ എത്ര പീസസ് ഉപയോഗിച്ചു? 5 പീസുകൾ ഉപയോഗിച്ചു. അപ്പോൾ ആ റെക്ടാംഗിൾ 5 പീസുകൾ കൂടി ചേർന്ന് അതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാൻ മേലെ ഒരെണ്ണത്തിന്റെ ഏരിയ എത്രയാണ് മക്കളെ? ഒരെണ്ണത്തിന്റെ ഏരിയ 1/8 ആണ്. അപ്പോൾ 5 പീസസ് ചേരുമ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ന്യൂ റെക്ടാംഗിൾ എന്താണ്? 5 × 1/8 അല്ലെ? ഒരെണ്ണത്തിന്റെ ഏരിയ 1/8 ആണ്. അതുകൊണ്ട് 5 പീസസ് ചേർത്ത് കഴിഞ്ഞാൽ 5 × 1/8. അപ്പൊ എത്ര വരും? 5/8 എന്ന് വരും. അപ്പോൾ ഏരിയ ഓഫ് ന്യൂ റെക്ടാംഗിൾ നമ്മുടെ കിട്ടി 5/8 ആണ്. അതുപോലെ നമുക്ക് ഒരു സൈഡ് അറിയാം 1/4 ആണ്. ഇനി മറ്റേ സൈഡ് കണ്ടുപിടിക്കാൻ മേലെടാ നമുക്ക്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇങ്ങോട്ട് എഴുതാം. എന്താണ്? ഏരിയ ഈക്വൽ ടു ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? പുതിയ റെക്ടാംഗിളിന്റെ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിച്ചു? അത് 5/8 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 5/8 ഈസ് ഈക്വൽ ടു 5/8 ഈസ് ഈക്വൽ ടു സാർ ലെന്ത് എത്രയായിട്ട് എടുത്തേ? 1/4 എന്ന് പറയുന്നത് സാർ ലെന്ത് ആയിട്ട് എടുക്കുക കേട്ടോ. ഒരു സൈഡ് നമുക്ക് അറിയാലോ 1/4 അത് ഞാൻ ലെന്ത് ആയിട്ട് അങ്ങ് എടുക്കുക. അപ്പോൾ ലെന്തിന് ഞാൻ 1/4 എന്ന് കൊടുത്തു. 1/4 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് കൊടുത്തു. ഓക്കെ മക്കളെ, ഇവിടെ നോക്കിക്കേ. ഇപ്പോൾ എനിക്ക് ഇനി കണ്ടുപിടിക്കേണ്ട എന്താ? റെക്ടാംഗിളിന്റെ മറ്റേ സൈഡ് എത്രയാന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ സൈഡ് എത്രയാന്ന് കണ്ടുപിടിക്കണം. അതല്ല നമ്മുടെ ബ്രെഡ്ത്ത് അല്ല അപ്പൊ എനിക്ക് കണ്ടുപിടിക്കണ്ടേ. അതിന് ഞാൻ എന്ത് ചെയ്യാ? ഈ 1/4 ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇപ്പുറത്തോട്ട് കൊണ്ടുവരട്ടെ. 1/4 ഇപ്പുറത്തോട്ട് കൊണ്ടുവരട്ടെ. ഇവിടെ 1/4 ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായി? ഡിവിഷൻ ആയി അല്ലെ? ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5/8 ഡിവൈഡ് ബൈ 1/4 ആയിരിക്കും. എന്താ? ബ്രെഡ്ത്ത്, അതായത് അടുത്ത സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം നമുക്ക്? 5/8 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി? റെസിപ്രോക്കൽ ആയി അല്ലെ? മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ റെസിപ്രോക്കൽ ആയി. അപ്പോൾ എന്ത് വരും? 5/8 ഇൻറ്റു 4/1 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പൊ എത്രയാണ്? 5 × 4 എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡ് ബൈ 8. 20 ഡിവൈഡ് ബൈ 8 നമുക്ക് വീണ്ടും ചെറുതാക്കാം. അപ്പൊ എത്ര വരും? അത് 10/4 ആണ്. ഓക്കെ, 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 10/4 ആയി. പിന്നെയും ഡിവൈഡ് ചെയ്താൽ എത്രയായി? അത് 5/2 ആയി. യെസ്. അപ്പോൾ നമ്മൾ ബ്രെഡ്ത്ത് മറ്റേ സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അത് 5/2 ആണെന്ന് കണ്ടുപിടിച്ചു കേട്ടോ. അപ്പൊ എന്തെഴുതാം? കൺക്ലൂഷൻ എന്തെഴുതാം? ലെങ്ത് ഓഫ് ദ അതർ സൈഡ് ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ? അത് 5/2 ആണെന്ന് കിട്ടി അല്ലെ? ലെങ്ത് ഓഫ് ദ അതർ സൈഡ് എന്ന് പറയുന്നത് 5/2 മീറ്റർ ആണ് നമുക്ക് കിട്ടി. യെസ്. ഓക്കെ, കഴിഞ്ഞ സ്ലൈഡ് ഒന്നും കൂടെ കാണിക്കുമോ? ഓക്കെ, കാണിക്കാലോ. ഓക്കെ, ഇതൂടെ കഴിഞ്ഞ് നമുക്ക് നിർത്താം കേട്ടോ. ഇതൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. എഴുതി കഴിഞ്ഞ കൃഷ്ണനുണ്ണി പറഞ്ഞടാ. കൃഷ്ണനുണ്ണി, B question. How many such pieces are required to make a rectangle having an area of 1 square meter? എടാ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരു പീസിന്റെ ഏരിയ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കണേ? 1/8 നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ ആ 1/8 വെച്ച് എത്ര പീസുകൾ കൂട്ടിച്ചേർത്താലാണ് 1 മീറ്റർ ഏരിയ ഉള്ള റെക്ടാംഗിൾ ഉണ്ടാവുന്നത്? ഓക്കെ, ഇപ്പത്തെ ഏരിയ എത്രയാ? 1/8 ആണ് അല്ലെ? അപ്പം ഇത് കൂട്ട് എത്ര പീസുകൾ കൂട്ടി വെച്ചാലാണ് 1 മീറ്റർ ഏരിയ ഉള്ള റെക്ടാംഗിൾ ഉണ്ടാവുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നീ തന്നെ ആലോചിച്ചേക്കേ, 1/8 എത്ര തവണ വേണ്ടി വരും നമുക്ക് 1 മീറ്റർ ഉള്ള ഒരു റെക്ടാംഗിൾ ഉണ്ടാക്കണമെങ്കിൽ? 1/8 ഉള്ള എത്ര പീസുകൾ വേണ്ടി വരും? എടാ, ഇങ്ങനെ നോക്കിയാൽ പോരെ. ഈ 1-നകത്ത് എത്ര തവണ 1/8 ഉണ്ടെന്ന് നോക്കിയാൽ പോരെ. 1 എന്ന് പറയുന്ന നമ്പറിനകത്ത് എത്ര തവണ 1/8 ഉണ്ടെന്ന് നോക്കിയാൽ പോരെ. അപ്പം മനസ്സിലാവില്ലേ 1/8 എത്ര തവണ ആവുമ്പോഴാണ് 1 കിട്ടുന്നതെന്ന്? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1 ഡിവൈഡഡ് ബൈ 1/8 എന്ന് എഴുതി. 1 ഡിവൈഡ് ബൈ 1/8. കാരണം നമുക്ക് എന്താ അറിയണ്ടേ? ഈ 1 മീറ്റർ ഏരിയ ഉള്ള റെക്ടാംഗിൾ ഉണ്ടാവണമെങ്കിൽ അതിനകത്ത്
1/8 ഏരിയ ഉള്ള റെക്ടാങ്കിൾ ഉണ്ടാവണം. ഓക്കെ, എത്ര 1/8 ഏരിയ വരുന്ന റെക്ടാങ്കിൾസ് കൂടി ചേർന്നാലാണ് ഈ 1 മീറ്റർ ഏരിയ വരുന്ന റെക്ടാങ്കിൾ ഉണ്ടാകുന്നത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു, ഈ 1-നകത്ത് എത്ര തവണ 1/8 ഉണ്ടെന്ന് നോക്കി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 1/1/8 ഞാൻ എഴുതി. മോനെ അറിയാൻ മേലെ 1 ഡിവൈഡഡ് ബൈ 1/8 നമുക്ക് ഈ 1/8 മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ വരും, മൾട്ടിപ്ലിക്കേഷൻ ആവും. അതുപോലെ തന്നെ റെസിപ്രോക്കൽ എടുക്കും നമ്മൾ, അല്ലെ? 1/8 റെസിപ്രോക്കൽ നമ്മൾ എടുത്തു. അപ്പൊ എന്തോന്നു, 1 × 8/1 എന്ന് എഴുതി. മകനെ അപ്പം 1 × 8 8 ആണ്. 8/1 എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്, 8 തന്നെയാണ്, അല്ലെ? 8/1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, അത് 8 തന്നെ അല്ലേ? യെസ്, അങ്ങനെയാണ് എനിക്ക്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി മോനെ, 8 പീസുകൾ വേണം, അല്ലെ? 1/8 ഏരിയ ഉള്ള 8 പീസുകൾ കൂടി ചേർന്നാലേ എന്താവുള്ളൂ, ഒരു വലിയ റെക്ടാങ്കിൾ ആവും. ആ റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയാണ്, അത് 1 മീറ്റർ ആവും. ഓക്കെ, ശരിയല്ലേ? ഓക്കെടാ, സെറ്റ്. മക്കളെ എഴുതി കഴിഞ്ഞ എല്ലാരും, അലൻ എഴുതി കഴിഞ്ഞ് വേറെ ഡൗട്ട് ഒന്നും ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യാം കേട്ടോ. എഴുതി കഴിഞ്ഞ് വേറെ ഡൗട്ട് ഒന്നും ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. ഓക്കെ, ഓക്കെ അല്ലേ? ഒരു മിനിറ്റ് അല്ല, ഇപ്പൊ വരാട്ടാ. എഴുതി കഴിഞ്ഞ് വേറെ ഡൗട്ട് ഒന്നും ഇല്ലാത്തവർ ലീവ് ചെയ്തോട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണാം നമുക്ക്. ഓക്കെ മെർലിൻ, ബൈ. അമ്മയാ, യെസ്. ഓക്കെ, അല്ല പറഞ്ഞടാ. പറഞ്ഞോ മോനെ. സി ക്വസ്റ്റ്യൻ പറയാലോടാ. സി ക്വസ്റ്റ്യൻ ഡൗട്ട് ഉള്ളവരൊക്കെ ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. സി ക്വസ്റ്റ്യൻ ഇനിയും ഡൗട്ട് ഉള്ളവർ ഇവിടെ ശ്രദ്ധിച്ചോ. 5 pieces are joined to make a rectangle. എടാ മക്കളെ, അല്ല ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, നമ്മൾ ഒരു പീസിന്റെ ഏരിയ കണ്ടുപിടിച്ചായിരുന്നോ ഇല്ലയോ? കണ്ടുപിടിച്ചോ? എത്രയാടാ മോനെ? ഒരു പീസിന്റെ ഏരിയ എത്ര നമ്മൾ കണ്ടുപിടിച്ചേക്കണേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കടാ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് 1 റെക്ടാങ്കുലർ പീസ്? നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? ലെന്ത് 1/4 ആണ്, ബ്രെഡ്ത്ത് 1/2 ആണ്. അതുകൊണ്ട് നമ്മൾ 1/8 എന്ന് കണ്ടുപിടിച്ചു, അല്ലെ? അപ്പോൾ ഇവിടെ എത്ര പീസ് കൂട്ടിച്ചേർന്ന റെക്ടാങ്കിൾ ഉണ്ടാക്കിയേക്കണേ? 5 pieces are joined to make a rectangle എന്ന് പറഞ്ഞാൽ അത് കൂട്ട് 5 പീസുകൾ കൂട്ടിച്ചേർത്താണ് റെക്ടാങ്കിൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ റെക്ടാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും മോനെ? പുതിയ റെക്ടാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ഒരെണ്ണത്തിന്റെ ഏരിയ 1/8 ആണ്. അത് കൂട്ട് 5 പീസുകൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 5 × 1/8 അല്ലേ? 5 × 1/8. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഏരിയ ഓഫ് ന്യൂ റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു 5 × 1/8 which is equal to 5/8. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ പുതിയ റെക്ടാങ്കിളിന്റെ ഏരിയ ഞാൻ കണ്ടുപിടിച്ചു. ഇപ്പൊ നമുക്ക് എന്തൊക്കെ അറിയാം? ഏരിയയും അറിയാം, അതുപോലെ ഒരു സൈഡും അറിയാം. ആ ഒരു സൈഡ് അറിയാവുന്നതിന് ഞാൻ ലെന്ത് എന്ന് കൊടുത്തു. ലെന്ത് കാരണം എന്താ, നമ്മളോട് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് 1 side of the rectangle is 1/4 meter. റെക്ടാങ്കിളിന്റെ ഒരു സൈഡ് 1/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മറ്റേ സൈഡ് കണ്ടുപിടിക്കാനാ പറഞ്ഞേ. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ ആൻഡ് ലെന്ത് ഓഫ് ദ അതർ സൈഡ്. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ ആൻഡ് ലെന്ത് ഓഫ് ദ അതർ സൈഡ്. അപ്പോൾ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എത്രയാണ് ഏരിയ? എത്രയാണ് കണ്ടുപിടിച്ചത്? 5/8 എന്ന് കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കണം? ലെന്ത് ഓഫ് ദ അതർ സൈഡ് കണ്ടുപിടിക്കണം. മറ്റേ സൈഡിൽ ലെന്ത് കണ്ടുപിടിക്കണം. എടാ മോനെ, ഏരിയ ഈക്വൽ ടു ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലെ? അപ്പോൾ അവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കേട്ടോ. ഏരിയയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുത്തു? 5/8 എന്ന് കൊടുത്തു, അല്ലെ? ഏരിയയുടെ സ്ഥാനത്ത് ഞാൻ 5/8 എന്ന് കൊടുത്തു. ഈക്വൽ ടു ലെന്ത് ഞാൻ എന്തായിട്ട് എടുത്തു മോനെ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു സൈഡ് നമ്മളോട് 1/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെന്ത് ഞാൻ 1/4 ആണെന്ന് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബ്രെഡ്ത്ത് നമുക്കറിയാവോ? അങ്ങനെയാണെങ്കിൽ ലെന്ത് ഇപ്പൊ ഞാൻ 1/4 എടുത്താൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്ന അതർ സൈഡ് അത് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അതിനെ ഞാൻ ബ്രെഡ്ത്ത് എന്ന് എടുത്തു. ഓക്കെ, ഇനി എനിക്ക് ഈ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഈ 1/4 ഞാൻ ഈക്വൽ ടു സൈഡിന്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 1/4 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ അതെന്തായി? ഇവിടെ 1/4 മൾട്ടിപ്ലിക്കേഷൻ ആണ്, അല്ലെ? 1/4 ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ഈ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായി? ഡിവിഷൻ ആയി. ഓക്കെ, ഈക്വൽ ടു സൈഡിന്റെ ഇപ്പുറത്തോട്ട് 1/4 വന്നാൽ അത് ഡിവിഷൻ ആവും. ദാറ്റ് മീൻസ് 5/8 ഡിവൈഡഡ് ബൈ ഈ 1/4 ഇങ്ങോട്ട് വരും. 1/4 അതാണ് നമ്മുടെ അടുത്ത സൈഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട അടുത്ത സൈഡ് എന്ന് പറയുന്നത് ഏതാണ് മോനെ? അത് ബ്രെഡ്ത്ത്. ഇനി രണ്ട് ഫ്രാക്ഷൻസിന് ഡിവിഷൻ വന്നാൽ എന്ത് ചെയ്യും നമ്മള്? 5/8 ഡിവൈഡ് ബൈ 1/4 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ താഴെ കിടക്കുന്ന ഫ്രാക്ഷൻ നമ്മൾ മുകളിലോട്ട് കൊണ്ടുവരും.
എന്ത് ചെയ്യും? റെസിപ്രോക്കൽ എടുത്ത് മുകളിലോട്ട് കൊണ്ടുവരും അല്ലെ. ഡിവിഷൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5/8 ഇവിടെ ഡിവിഷൻ അല്ലേ, ഡിവൈഡ് ബൈ 1/4 അല്ലേ, അത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കി, ഇൻറ്റു ആക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 1/4ന്റെ റെസിപ്രോക്കൽ എടുത്തു. ദാറ്റ് മീൻസ് 4/1. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടിയിടാ? 5 × 4 20 ആണ്. 20/8 കിട്ടി. ഈ 20/8 നമുക്കൊന്ന് ചെറുതാക്കിയാലോ? 20യെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 കിട്ടും അല്ലെ. അതുപോലെ 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. പിന്നെ നമുക്ക് 10നെ ഡിവൈഡ് ചെയ്യാലോ? 10നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തേ, അപ്പൊ 5 കിട്ടും. അതുപോലെ 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. യെസ്, അങ്ങനെ 5/2 എന്ന് നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ആ ഏരിയയും ലെങ്തും വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അടുത്ത സൈഡായ ബ്രെഡ്ത്തും കണ്ടുപിടിച്ചു. എത്രയാണ്? 5/2 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ? സെറ്റ്. ഓക്കെ, ലീവ് ചെയ്തോട്ടോ. ഓക്കെ മക്കളെ, എല്ലാവരും ലീവ് ചെയ്തോട്ടോ. ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ, ഗുഡ് ഈവനിങ്.